ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും ദൈവവചനത്തിന്റെ തണലിലായിരിക്കുക. സ്വർഗത്തിലെ ദൈവം തന്ന നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയരെ, ഇന്ന് കർത്താവ് ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചിരിക്കുന്ന ദൈവവചനവാക്യം എന്ന് പറയുന്നത് നമ്മളെ എന്തിനാണ് വീണ്ടും ജനിപ്പിച്ചത് എന്നതുമായുള്ള ബന്ധത്തിൽ ആ വീണ്ടും ജനിപ്പിച്ച ആ പദ്ധതിയുടെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ നടത്താതിരിക്കുവാൻ തക്കവണ്ണം സാത്താൻ ഈ അന്ത്യനാളുകളിൽ സകല പ്രയത്നവും ചെയ്യുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കാതെ നമ്മൾ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ വീഴുവാനായിട്ട് ഇടയാകും. കർത്താവായ യേശുക്രിസ്തു ഒരു വാണിംഗ് നമുക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ കടിച്ചു കീറപ്പെടുവാനായിട്ട് ഇടയാകും നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ. നിങ്ങളെ കടിച്ചു കീറുന്നത് ഒരു സിംഹം ജഡത്തെ കടിച്ചു കീറുന്നത് പോലെയല്ല. പകരം ജഡം കുറച്ച് നാളത്തേക്ക് നമുക്കിവിടെ ഉള്ളൂ. അത് കടിച്ചു കീറിയാലും നമുക്കൊരു പ്രത്യാശയുണ്ട്. കർത്താവ് പറഞ്ഞു, നിന്റെ ജഡത്തെ കൊല്ലുന്നവനെ നീ ഭയപ്പെടേണ്ട, പക്ഷെ നിന്റെ സോളിനെ കടിച്ചു കീറിയാലോ, നിന്റെ ദേഹിയെ കടിച്ചു കീറിയാലോ, മലയാളം ഭാഷയിൽ പറഞ്ഞാൽ, മലയാളം ബൈബിളില് സാധാരണ ആൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ പറഞ്ഞാൽ, നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാലോ, ആത്മാവിനെ കടിച്ചു കീറിയാലോ, ആ തലത്തിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ ദേഹിയാണ് യാഥാർത്ഥ്യം. അപ്പോ ആ ദേഹി, ഇതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിന്റെ ശരീരത്തെയും ദേഹിയെയും ഒരുമിച്ച് നരകത്തിൽ തള്ളുവാൻ കഴിയുന്നവനെ ഭയപ്പെട്ടുകൊള്ളുക. അപ്പോ ഈ നാളുകളിൽ കർത്താവ് പറയുകയാണ്, നിന്നെ കടിച്ചു കീറും അവര്. ആര്? കള്ളപ്രവാചകന്മാർ നിങ്ങളെ കടിച്ചു കീറും. നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അവർ നിങ്ങളെ കടിച്ചു കീറും. അവരെ സൂക്ഷിച്ചുകൊള്ളുക. അവര് കള്ളപ്രവാചകന്മാരാരും കള്ളപ്രവാചകന്മാരായിട്ടല്ല വരുന്നത്. കള്ളപ്രവാചകന്മാരെല്ലാവരും വെള്ളയും ഇട്ട് നല്ല ഒരു ദൈവദാസന്റെ അല്ലെങ്കിൽ വിശ്വാസിയുടെ രൂപത്തിലായിരിക്കും വരുന്നത്. അപ്പോൾ ഈ നാളുകളിൽ ഇത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ കർത്താവ് പറയുന്നു, അവർ നിങ്ങളെ കടിച്ചു കീറും. അപ്പോൾ ശ്രദ്ധയോടുകൂടെ ഈ നാളുകളിൽ നാം കാര്യങ്ങളെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടു മനസ്സിലാക്കിയില്ല എങ്കിൽ നാം വീണു പോകുവാനായിട്ട് ഇടയാകും. അപ്പൊ നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്, എങ്ങനെ നമുക്ക് അവരെ ഐഡന്റിഫൈ ചെയ്യാം. ദ മിസ്സിംഗ് എലമെന്റ്സ് ഇൻ ദ മിനിസ്ട്രി ഓഫ് ഫോൾസ് പ്രോഫറ്റ്സ്. കള്ളപ്രവാചകന്മാരുടെ ശുശ്രൂഷയിൽ ഉള്ള മിസ്സിംഗ് എലമെന്റ്സ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം. ഇതാ, പല കടകളിലും ചെല്ലുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇവിടെ ഒരു ഡോക്യുമെന്റ് സെന്റർ ഉണ്ട്, ഞങ്ങളുടെ ഒരു കസ്റ്റമർ കൂടെയാ. അവിടെ എന്തെങ്കിലും ആവശ്യത്തിന് പണം കൊടുത്താൽ ഉടനെ തന്നെ അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഒരു സ്കാനിങ് മെഷീൻ ഉണ്ട്. ആ സ്കാനിങ് മെഷീനിൽ ഈ പണം അവർ വെക്കും. എന്നിട്ട് വെച്ചിട്ട് ആദ്യം തന്നെ അത് സ്വീകരിക്കുന്നതിന് മുമ്പ് അത് ഒറിജിനൽ ആണോ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് മാത്രമേ അത് അവർ സ്വീകരിക്കാറുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്റെ കയ്യിൽ നിന്ന് കിട്ടിയ പണവും കൂടെ അവർ സ്കാൻ ചെയ്തു, എന്നിട്ടാ സ്വീകരിക്കണേ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതിന്റെ ആവശ്യമുണ്ടോ? പിന്നെ ഇതിന്റെ ആവശ്യം ഇല്ലയോന്നോ? എത്ര എണ്ണമാണ് പിടിച്ചേക്കണേ? എത്ര കള്ളനോട്ടാ പിടിച്ചേക്കണേ? അതായത് ഈ മെഷീനിൽ വെക്കുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും ഇത് ഒറിജിനൽ നോട്ടാണോ കള്ളനോട്ടാണോ എന്ന്. സാധാരണ വ്യക്തികൾക്ക് ഇത് മനസ്സിലാകത്തില്ല. അതായത് ആ മെഷീനിൽ വെക്കുമ്പോൾ ഒരു യഥാർത്ഥ നോട്ടിൽ എന്തൊക്കെ ആവശ്യമായിരിക്കുന്നുവോ അതിൽ പലതും ഒറിജിനൽ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് നോട്ടിൽ ഉണ്ടാകത്തില്ല.
മനുഷ്യന്റെ കണ്ണുകൾക്ക് കാണാവുന്ന ടൈപ്പുള്ള പല കാര്യങ്ങളും അതിലുണ്ടാകും. പക്ഷെ മനുഷ്യന്റെ കണ്ണുകൾക്ക് അപ്പുറമായി നോട്ടിന്റെ ഉള്ളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില അൾട്രാ വയലറ്റ് രശ്മികളുടെ സഹായത്തോടെയും മറ്റു ചില ആധുനിക ഇലക്ട്രോണിക്സ് മെക്കാനിസത്തിലൂടെയും കള്ളപ്രവാചകന്മാരുടെ കാര്യത്തിലും നമ്മൾ കണ്ടുപിടിക്കുവാൻ ഈ മിസ്സിംഗ് എലമെന്റ്സ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കള്ളപ്രവാചകന്മാരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മിസ്സിംഗ് എലമെന്റ്സ്. നിങ്ങൾക്ക് ഇതുമായുള്ള ബന്ധത്തിൽ ആദ്യം തന്നെ ഞാനിതാ നമുക്ക് പരിചയമുള്ള ഒരു കറൻസി സ്ക്രീനിലേക്ക് കൊണ്ടുവരാം. ആ കറൻസി സ്ക്രീനിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾക്ക് അതിലൂടെ ഒരല്പമായിട്ട് ഈ കാര്യങ്ങളെ ശ്രദ്ധിച്ചാട്ടെ. ദി മിസ്സിംഗ് എലമെന്റ്സ് ഇൻ ദ മിനിസ്ട്രി ഓഫ് ഫോൾസ് പ്രോഫറ്റ്സ്. ഇവിടെ സ്ക്രീനിൽ ഇന്ത്യ ഗവൺമെന്റ് അച്ചടിച്ച് പുറത്തിറക്കിയിരിക്കുന്ന 1000 നോട്ടാണ് നിങ്ങൾ കാണുന്നത്. ഇതിൽ ഒന്ന് ഒറിജിനലാണ്, ഒന്ന് ഫേക്കാണ്, ഒന്ന് കള്ളനോട്ടാണ്. പക്ഷെ സാധാരണപ്പെട്ട ഒരു വ്യക്തിക്കും ഇത് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തില്ല. സാധാരണപ്പെട്ട വ്യക്തി ഇത് രണ്ടും ഒറിജിനൽ ആണ് എന്നുള്ള ചിന്തയോടെ ഇത് ഏറ്റെടുക്കും. എന്നാൽ രണ്ടും ഒറിജിനൽ അല്ല. ഇതുകൊണ്ടാണ് കർത്താവ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. അതിന്റെ 14-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആരോടാ പറയുന്നേ? നമ്മളോ തന്നെ അനുഗമിക്കുന്ന വ്യക്തികളോടാണ് ഈ പറയുന്നത്. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. മത്തായിയുടെ സുവിശേഷം അതിന്റെ 7-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ 15-ാം വാക്യത്തിൽ താഴേക്ക് വായിക്കാൻ നമുക്ക് കാണാൻ പറ്റും. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഗ്ലോറി. നിങ്ങൾക്ക് സ്ക്രീനിൽ അത് വായിക്കാൻ വലുതാക്കി തരാം. ഒരു ഭാഗത്ത് നിങ്ങളെ മടിയന്മാരാക്കും കൂടിയാണത്. ശ്രദ്ധിച്ച് ഇതിന്റെ 12 മുതൽ 13 മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കർത്താവ് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടെ കടക്കുന്നവർ അനേകരുമാകുന്നു. അപ്പോൾ നമ്മളുടെ മാനസികമായ ചിന്തയിൽ ധാരാളം പേരുള്ളതാണ് എല്ലാം നല്ലതെന്ന് ചിന്തിക്കരുത്. ധാരാളം പേരുള്ളത് കർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് നാശത്തിലേക്കുള്ളതാണ്. ഗ്ലോറി. പിന്നെയും പറയാണ്, ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കം അത്രേ. അപ്പൊ കർത്താവിന്റെ ചിന്തയില് ഈ കൂട്ടത്തിൽ കുറച്ചുപേരെ കാണത്തുള്ളൂ. ഇത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. ഗ്ലോറി. ഇനി അടുത്ത പറയാണ്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. ആരടുക്കലാ വരുന്നേ? എന്നെ അനുഗമിക്കുന്ന നിങ്ങളുടെ അടുക്കൽ വരും. ഗ്ലോറി. അവരുടെ ലക്ഷ്യം മുഴുവൻ നിങ്ങളെ വീഴിക്കുക എന്നുള്ളതാ. ഗ്ലോറി. അവരുടെ ലക്ഷ്യം മുഴുവൻ നിങ്ങളെ വീഴിക്കുക എന്നുള്ളതാ. അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. ഇതിന്റെ താഴേക്ക് വായിക്കുമ്പോൾ കടിച്ചു കീറുന്നത് കാണാം എവിടെയിട്ടാണെന്ന്. ഇവരെ ഈ താഴേക്ക് വായിക്കുമ്പോൾ അതിന്റെ 21, 22, 23 കടിച്ചു കീറുന്ന രംഗമാണ്. കടിച്ചു കീറുന്ന രംഗമാണ്. ഈ കള്ളപ്രവാചകന്മാരുടെ സുവിശേഷം കേട്ട് സുവിശേഷീകരണം നടത്തി അഭിഷേകവും പ്രാപിച്ച് മുന്നോട്ടേക്ക് പോയ ഒരു കൂട്ടം ജനത്തെ ന്യായവിധിയിലിട്ട് കടിച്ച് കീറുകയാണ്. ഗ്ലോറി. ഇതാണ് താഴേക്ക് വരുമ്പോൾ കാണുവാനായിട്ട് കഴിയും. അതിന്റെ 21 ഇവര് പറഞ്ഞ സുവിശേഷമാണ്. ഇവര് പറഞ്ഞതിൽ ക്രിസ്തു ഉണ്ട്, ഇവര് പറഞ്ഞതിൽ ആത്മാവുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ന്യായവിധിയുടെ അടുക്കിലേക്ക് വന്നപ്പോ ഇതിന്റെ താഴേക്കുള്ള ഭാഗമാണ്, ഇതാ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗായത്തിൽ കടക്കുന്നത് എന്ന് പറഞ്ഞ് ഇതാ യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരെ തള്ളിക്കളഞ്ഞു. കള്ളപ്രവാചകന്മാരുടെ ആ മിനിസ്ട്രിയിലൂടെ കയറി വന്നവരാണ്.
ഇനി അടുത്തവര് ആ കള്ള പ്രവാചകന്മാരുടെ മിനിസ്ട്രിക്ക് എന്ത് പറ്റി? കർത്താവേ കർത്താവേ, അവര് പറയുകയാണ്, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളുകൾ എന്നോട് പറയും. ഇത് മിനിസ്ട്രി ചെയ്യുന്ന പ്രവാചകന്മാരാണ്, ശുശ്രൂഷകന്മാരാണ്. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകൂനെന്ന് തീർത്ത് പറയും. അപ്പൊ ഇവരെ യേശുക്രിസ്തു ജഡ്ജ്മെന്റ് സമയത്ത് കള്ളപ്രവാചകന്മാരായി പിടിച്ചു. മനസ്സിലാവുന്നുണ്ടോ? അവരെ പിടിച്ചു. അതിന്റെ അർത്ഥം ധാരാളം കള്ളപ്രവാചകന്മാർക്ക് അവർ കള്ളപ്രവാചകന്മാരാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ധാരാളം കള്ളപ്രവാചകന്മാർക്ക്, അതായത് അവരുടെ ചിന്തയിൽ അവർ നല്ല പാസ്റ്റർമാരാണ്, നല്ല ദൈവദാസന്മാരാണെന്നാണ് ചിന്തിച്ചു പോകുന്നത്. അവർ ഇതാ ഹീലിംഗ് നടത്തുന്നു, ഡെലിവറൻസ് മീറ്റിംഗ് നടത്തുന്നു, ഇതൊക്കെ ചെയ്യുന്നു. റിസൾട്ട് ഉണ്ടോ? ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ അവരുടെ ചിന്തയിൽ അവര് നല്ലവരാണെന്ന് ചിന്തിച്ചാണ് പോകുന്നത്. പക്ഷെ അവരത് അറിയുന്നത്, അവരെ കള്ളപ്രവാചകന്മാരെ പിടിക്കുമ്പോഴാണ് അവരറിയുന്നത് ഞങ്ങൾ കള്ളപ്രവാചകന്മാരായിരുന്നു കർത്താവിന്റെ ദൃഷ്ടിയിലെന്ന് അവരറിയുന്നേ. കണ്ടോ? അവര് പറയാണ്, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി ഒക്കെ പറഞ്ഞപ്പോ അവരുടെ ഹൃദയത്തിൽ അവർ ഒരിക്കലും കള്ളപ്രവാചകന്മാരാണെന്നുള്ള ചിന്ത അവർക്ക് ഇല്ലായിരുന്നു. പക്ഷേ യേശു അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുമെന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ആരായിരുന്നു, കള്ളപ്രവാചകന്മാർ ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോ ഇങ്ങനെ ഒരു വമ്പൻ കൂട്ടം ഇന്ന് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഈ ശുശ്രൂഷയിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പോയിരുന്നാൽ ഇവരിലൂടെ വ്യാപരിക്കുന്ന സ്പിരിറ്റ് നമ്മളെ തൊടും. അത് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് മിനിസ്ട്രിയെ തിരിച്ചറിയുക. ഇതാ ആ നോട്ട് ഞാൻ ആ ഡോക്യുമെന്റ് സെന്ററിൽ കൊടുത്തപ്പോ ദിർഹം 500-ന്റെ ആണോ 1000-ന്റെ ആണോ ദിർഹം കൊടുത്തപ്പോ ആ വ്യക്തി ഉടനെ തന്നെ അത് എന്ത് ചെയ്തു? ഇത് കള്ളനോട്ടാണോ അല്ലയോ എന്നറിയാൻ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലിരുന്ന മെഷീനിൽ വെച്ച് ചെക്ക് ചെയ്തിട്ട് അത്രയും നോട്ട് സ്വീകരിച്ചത്. ഈ ഒരു ബുദ്ധി നമുക്ക് ഈ ലോകത്തിലെ ജഡത്തിന്റെ താൽക്കാലിക ആവശ്യങ്ങൾക്കുള്ള നോട്ട് സ്വീകരിക്കുമ്പോൾ കാണിക്കാമെങ്കിൽ, ഇതാ നമ്മുടെ സോളിനെ കടിച്ചു കീറുവാൻ ഒരുങ്ങി നിൽക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങൾ മെനയുന്ന ഈ ലോകത്ത് ഇതാ നമ്മൾ സ്വീകരിക്കുന്ന ദൈവത്തിന്റെ വചനം, ആ ശുശ്രൂഷ, ദൈവദാസന്മാരെ യഥാർത്ഥത്തിൽ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ ഒന്ന് കർത്താവിന്റെ വചനത്തിൽ ശ്രദ്ധിക്കണം. അല്ല എങ്കിൽ അപകടം ആർക്കാന്നറിയാമോ? നമുക്ക് തന്നെയാണ്. ഗ്ലോറി. അപ്പോ ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ മിസ്സിംഗ് എലമെന്റ്, ദ മിനിസ്ട്രി ഓഫ് ദ ഫോൾസ് പ്രോഫറ്റ്സ്, ഇത് മനസ്സിലാക്കി പൊക്കോളണം. ഇതാ ഒരു നോട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഇതാ നോട്ട് കള്ളനോട്ടാണോ എന്ന് മനസ്സിലാക്കുന്നത് ശ്രദ്ധിച്ചേ. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ഇതിൽ രണ്ട് നോട്ട് ഇവിടെ കൊടുത്തതിൽ ഒന്ന് ഒറിജിനലും ഒന്ന് ഫേക്കും ആണ്, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പക്ഷേ സാധാരണ മനുഷ്യന്റെ കണ്ണുകളുടെ ഇത് മനസ്സിലാകത്തില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾക്ക് ഈ ഒറിജിനലിനെ കുറിച്ചൊരു അറിവുണ്ടാകണം. ഈ സ്കാനർ നോട്ട് കണ്ടുപിടിക്കുന്ന സ്കാനറിലേക്ക് വെക്കുമ്പോൾ, ഫേക്ക് നോട്ട് കണ്ടുപിടിക്കുന്ന മെഷീനിലേക്ക് വെക്കുമ്പോൾ ഇത് എന്താ ചെയ്യണേ? ആക്ച്വലി ഒറിജിനലിലുള്ള എല്ലാ സ്പെസിമെൻസ് മാർക്കുകൾ എല്ലാം ഈ ഡ്യൂപ്പിൽ ഉണ്ടോ, അതായത് ഉണ്ടോ എന്ന് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോ ശ്രദ്ധിച്ചാട്ടെ, ഇതൊരു ഒറിജിനൽ നോട്ടാണ്. ഈ ഒറിജിനൽ നോട്ടില് ഇതിൽ എന്തൊക്കെ വേണമെന്നാണ് ഇവർ എഴുതിയിരിക്കുന്നത്. 1000-ന്റെ ഒരു നോട്ടാണ്. ഇവിടെ ഗാന്ധിജിയുടെ ഒരു തല വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഇനി ഓരോന്ന് എഴുതിയിട്ടുണ്ടോ? ഇതിന്റെ ഓരോ മാർക്കുകൾ ചെക്ക് ചെയ്യേണ്ട മാർക്കുകളുണ്ട്. ഇതിൽ ചിലതൊന്നും നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അതില് സീ ത്രൂ രജിസ്റ്റർ ഉണ്ട്, വാട്ടർമാർക്ക് ഉണ്ട്. വാട്ടർമാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സാധാ ലെവലിൽ നോക്കിയാൽ അത് കാണത്തില്ല. നിങ്ങൾക്ക് പറ്റാവുന്ന ഞാൻ പറഞ്ഞു തരാം. എന്നാൽ നമ്മൾ ഒരു ട്യൂബ് ലൈറ്റിന്റെ വെട്ടത്തിൽ നമ്മൾ നോട്ട് പിടിച്ചു കഴിഞ്ഞാൽ അതിൽ വാട്ടർമാർക്ക് കാണും. ഇത് ഗാന്ധിജിയുടെ തല ഇവിടെ കണ്ടോ? ഇത് വാട്ടർമാർക്ക് അല്ലത്, ഇത് പ്രിന്റ് ചെയ്തിരിക്കുകയാ. പക്ഷെ വാട്ടർമാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചതാണ്, കണ്ടാ അറിയാം. ഇത് കണ്ടോ? ഈ റെഡ് റൗണ്ട് ഇട്ട് എങ്ങനെ കണ്ടോ? ഈ റെഡ് റൗണ്ടിന്റെ കൂടെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളില് ഗാന്ധിജിയുടെ ഒരു തലയുണ്ട്. മനസ്സിലായോ? ഇതിന്റെ ഉള്ളില് ഗാന്ധിജിയുടെ ഒരു തലയുണ്ട്. ഇത് സാധാരണ ആളുകൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകുമോ? ഒറിജിനൽ നോട്ടിൽ മാത്രമേ ഇതിന്റെ ഉള്ളിൽ കാണത്തുള്ളൂ. പക്ഷെ ഇത് നോക്കിയേ, ഈ നോട്ടിന്റെ ഉള്ളിൽ നോക്കിയേ,
ആ നോട്ടിന്റെ ഉള്ളില് ഗാന്ധിജിയുടെ തല ഇല്ല. പക്ഷെ പ്രിന്റിൽ രണ്ടിലും ഉണ്ട്. മനസ്സിലായോ? പ്രിന്റ് ചെയ്തതില് രണ്ടിലും ഉണ്ട്. ഇങ്ങനെ പല ഓരോരോ സെക്ഷനുകൾക്കായിട്ട് കാര്യങ്ങളെയാണ്. പിന്നെ ഇതാ ഇവിടെ പറയാണ് ഒപ്റ്റിക്കലി വേരിയബിൾ ഇങ്ക്. ഒപ്റ്റിക്കലി വേരിയബിൾ ഇങ്ക്, ഇങ്കിന്റെ ഡെൻസിറ്റി കുറഞ്ഞും കൂടിയൊക്കെ ഇട്ടിരിക്കും. ഇതിലെ ചില ഇങ്കുകള് ഈ അൾട്രാ വയലറ്റ് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തെ ഇങ്ക് മാത്രം ഇലിമിനേറ്റ് ചെയ്യും. അതായത് റിഫ്ലക്ട് ചെയ്യും. നിങ്ങൾ കണ്ടിട്ടില്ലേ റോഡിലൊക്കെ രാത്രിയാണെങ്കിലും ഒരു ഇരുട്ടാണെങ്കിലും ഒരു റിഫ്ലക്ടർ വെച്ചിട്ടുണ്ട്. ദൂരെയും നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് അടിക്കുമ്പോൾ അതങ്ങ് റിഫ്ലക്ട് ചെയ്യുന്നത് പോലെ നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നിങ്ങൾ ഏതെങ്കിലും കടകളിലൊക്കെ ചെല്ലുമ്പോൾ ഒരു 1000 നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവര് ഇതാ ഒരു ലൈറ്റിന്റെ അടിയിലേക്ക് കൊണ്ടുവന്ന് വെക്കും. അത് ഏത് ലൈറ്റാ? ഒരു ചെറിയൊരു ട്യൂബ് ലൈറ്റാ, അൾട്രാ വയലറ്റ് ആണ് അതിലൂടെ റിലീസ് ചെയ്യുന്നത്. അതിൽ വെക്കുമ്പോൾ ശരിക്കും ഈ ഒറിജിനൽ നോട്ടാണെങ്കിൽ അതങ്ങ് റിഫ്ലക്ട് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അത് ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ഇതുപോലെ പല സെക്ഷനുകളുണ്ട്. ഇനി ഇതാ ഫ്ലൂറോസെൻസ്, ഇത് റിഫ്ലക്ട് ചെയ്യുന്ന ഭാഗമാണ്. ഇനി സെക്യൂരിറ്റി ത്രെഡ്, ഒരു നൂല് ഇതിന്റെ ഇടയിൽ കൂടി വിടുന്നുണ്ട്. ഒരു നൂല് പോലെ ഒരു സെക്യൂരിറ്റി ത്രെഡ് വിടുന്നുണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ. ആ സെക്യൂരിറ്റി ത്രെഡ് നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതിന് മുകളിൽ നിന്ന് താഴേക്ക് ഒരു സെക്യൂരിറ്റി ത്രെഡ് പോയേക്കണുണ്ടോ? ആ സെക്യൂരിറ്റി ത്രെഡ് നെയ്ത്തുകാരന്റെ നെയ്ത്ത് പോലെയാ പോയേക്കണേ. ഒരു നെയ്ത്തുകാരൻ ഒരു കാര്യം നെയ്യുമ്പോൾ ഒരു ഭാഗത്ത് കാണാം, പിന്നെ കാണത്തില്ല, അടിഭാഗം പിന്നെ കാണത്തില്ല, അങ്ങനെ പോയിരിക്കുന്നുണ്ടോ? ഇവിടെ ഒരല്പം കാണാം, പിന്നെ കാണത്തില്ല, പിന്നെ ഒരല്പം കാണാം, പിന്നെ കാണത്തില്ല, പിന്നെ ഒരല്പം കാണാം, പിന്നെ കാണാം, അങ്ങനെ പോയിരിക്കും സെക്യൂരിറ്റി ത്രെഡ്. ഇതിന്റെ ഇടയിലൂടെ കടന്നു പോയിരിക്കുകയാണ്. ഇങ്ങനെ ഇതാ ഓരോരോ കാര്യങ്ങള്, ഇതാ പല പ്രിന്റിങ്ങുകള്, പല ഇമേജുകള്, മൈക്രോ ലെറ്ററിങ്. ഇതിന്റെ ഇടയിൽ മനുഷ്യ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ടൈപ്പുള്ള ലെറ്ററിങ്ങുകള് മിഷൻ കണ്ടുപിടിക്കുക, സ്കാനർ കണ്ടുപിടിക്കുന്ന ടൈപ്പുള്ള മൈക്രോ ലെറ്ററിങ്ങുകള്, പിന്നെ ഐഡന്റിഫിക്കേഷൻ മാർക്ക്, ഇയർ ഓഫ് പ്രിന്റിങ്, സീ ത്രൂ രജിസ്റ്റർ, ഇങ്ങനെ പല സെക്ഷനുകൾ ഇതിന്റെ ഉള്ളിലുണ്ട്. ഇതിന്റെ ഓരോന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 2 3 4 എന്നുള്ളത്. അപ്പോ പ്രിയ ദൈവത്തിന്റെ ജനമേ, അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഈ ഒരു നോട്ടിൽ മാത്രം 11 കാര്യങ്ങളെ ഡിറ്റക്ട് ചെയ്തിട്ടാണ് ഈ നോട്ട് ഒറിജിനൽ ആണോ അതോ ഡൂപ്പാണോ എന്ന് ഒരു മിഷൻ കണ്ടുപിടിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. അല്ല, മനുഷ്യ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഒക്കെ ഒറിജിനലായിട്ടേ കാണത്തുള്ളൂ. ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇതാ ഈ കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പറയുമ്പോ അല്ലെങ്കിൽ എന്ത് പറ്റും? അവർ നിങ്ങളെ കടിച്ച് കീറിക്കളയും. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, അവർ നിങ്ങളെ കടിച്ച് കീറിക്കളയും. അപ്പോ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ സമയത്ത് ഇതില് ഈ നോട്ടിൽ ഗാന്ധിജിയുടെ തലയുണ്ട്, അതോടൊപ്പം തന്നെ ഇയർ ഓഫ് പ്രിന്റിംഗ് ഉണ്ട്, അതോടൊപ്പം തന്നെ ധാരാളം ലാംഗ്വേജുകളിൽ ഇത് എഴുതിയിട്ടുണ്ട്, വാട്ടർമാർക്ക് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. എങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് മനുഷ്യന്റെ കണ്ണിൽ കാണുന്നതല്ലാത്ത പല കാര്യങ്ങളും മിസ്സായിട്ടുണ്ടെങ്കിൽ, 1-2 കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ നോട്ട് അലാറം തരും. ചിലപ്പോൾ ഇതിൽ 11 കാര്യങ്ങളിൽ 8 കാര്യങ്ങൾ ഒരുപക്ഷെ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. പക്ഷെ 3 കാര്യം ഇല്ലെങ്കിലും ഉടനെ തന്നെ ആ മെഷീൻ അലാറം തരും. ഉടനെ അത് പിടിക്കും, ഇത് ഒറിജിനൽ അല്ല, സംശയമുണ്ട്, 3 കാര്യങ്ങൾ ഇതില് കാണാനില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ തന്നെ നമ്മൾ യഥാർത്ഥ ഗോസ്പലിനെ നമ്മൾ തിരിച്ചറിഞ്ഞു കൊള്ളണം, അല്ല എങ്കിൽ അപകടമാണ്. ഇതുകൊണ്ടാണ് നമ്മളുടെ പലരുടെയും ചിന്തയില് ഗാന്ധിജിയുടെ തലയും 1000 എന്ന് എഴുതിയിട്ടുണ്ട്, റിസർവ് ബാങ്ക് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് മേടിക്കും. നമ്മൾ പലരും ചിന്തിക്കുന്നത് സുവിശേഷം എന്നുണ്ടോ, യേശു എന്ന് പറയുന്നുണ്ടോ, ആത്മാവെന്ന് പറയുന്നുണ്ടോ, ഇത്രയൊക്കെ പറഞ്ഞാൽ പിന്നെ എന്താ സുവിശേഷം തന്നെ ഉറപ്പാ. പക്ഷെ പൗലോസ് പറയുന്നു അങ്ങനത്തെ സുവിശേഷമല്ല, അത് മറ്റൊരു സുവിശേഷ. നിങ്ങൾ കേട്ട യേശു അത് മറ്റൊരു യേശുവാ. നിങ്ങൾ പ്രാപിച്ച ആത്മാവല്ലേ, അത് മറ്റൊരാത്മാവാ. ഗ്ലോറി. ഹല്ലേലൂയ. എല്ലാത്തിനെയും എങ്ങനെ തിരിച്ചറിയാനാ കർത്താവ് പറഞ്ഞേ? ഫലം നോക്കി തിരിച്ചറിഞ്ഞോളണം. ഗ്ലോറി ടു ഗോഡ്. പരിശുദ്ധാത്മാവാണ് പ്രാപിച്ചതെങ്കിൽ ഉടനെ അകത്ത് എന്തായിരിക്കും? തീക്ഷ്ണത. ആ ആത്മാവിന്റെ പേരെന്താ? പരിശുദ്ധ ആത്മാവ്, ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവാണ് പ്രാപിച്ചെങ്കിൽ പിന്നെ എന്തായിരിക്കും അകത്ത് പ്രേരണ?
നീ പരിശുദ്ധനായി തീരുക, നീ ഹോളിയായി തീരുക. കാരണം ആത്മാവേതാ? ഹോളിയാ. ഗ്ലോറി, ഹല്ലേലൂയ. ഹോളിയാ. ആ ഒരു പ്രേരണ അകത്ത് വന്നോണ്ടേയിരിക്കും. ലോകത്തിന്റെ ആത്മാവാണ് വന്നതെങ്കിൽ ആ ഹോളിയൊന്നും തോന്നത്തില്ല. പിന്നെ ആത്മാവേതാ? ലോകത്തിൻ്റെതാ. ലോകത്തിന്റെ ആത്മാവ് വന്നെങ്കിൽ കുറച്ചും കൂടി ലോകം, കുറച്ചും കൂടി ലോകം, കുറച്ചും കൂടി ലോകം, കുറച്ചും കൂടി ലോകം, കുറച്ചും കൂടി ലോകം. പരിശുദ്ധാത്മാവിനകത്ത് കയറണമെങ്കിലോ കുറച്ചും കൂടി വിശുദ്ധീകരണം, കുറച്ചും കൂടി വിശുദ്ധി. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ, നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. കർത്താവ് പറഞ്ഞു ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിഞ്ഞു കൊള്ളണം. മനസ്സിലാകുന്നുണ്ടോ? ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിഞ്ഞു കൊള്ളണം. പരിശുദ്ധാത്മാവാണ് നിങ്ങളിലേക്ക് വ്യാപരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അകത്ത് ആഗ്രഹം മുഴുവൻ കുറച്ചും കൂടി പരിശുദ്ധി, കുറച്ചും കൂടി പരിശുദ്ധി, കുറച്ചും കൂടി പരിശുദ്ധി. അതെന്താണ്? ദൈവത്തിന്റെ ഇഷ്ടമാ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. അല്ല ലോകത്തിന്റെ ആത്മാവാണ് പ്രാപിക്കുന്നത്. കർത്താവിന്റെ വചനം പറയാ, വീണ്ടും നിങ്ങൾ ലോകത്തിന്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചിരിക്കുന്നേ. മനസ്സിലായോ? അപ്പൊ നേരത്തെ ഏതായിരുന്നു? ലോകത്തിൻ്റെതായിരുന്നു. വീണ്ടും ലോകത്തിന്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചിരിക്കുന്നേ. ലോകത്തിന്റെ ആത്മാവിനാണ് പ്രാപിക്കുന്നതെങ്കിൽ അതിന്റെ റിസൾട്ട് ഇതാ, വീണ്ടും കുറച്ചും കൂടി ലോകം, കുറച്ചും കൂടി ലോകം, കുറച്ചും കൂടി ലോകം, കുറച്ചും കൂടി ലോകം, കുറച്ചും കൂടി ലോകം. തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുക്കും, പക്ഷെ നടപ്പിലാക്കാൻ പറ്റില്ല. കാരണം അകത്ത് സ്പിരിറ്റ് വേറെയാ. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിഞ്ഞു കൊള്ളണം. ഹല്ലേലൂയ. അപ്പോ അനാവശ്യമായിട്ട് നമ്മൾ കടന്നു ചെന്ന് നിൽക്കുന്ന ഇതാ പൗലോസ് പറയാ, ആ ആത്മാവ് വേറെയാ, ആ യേശു വേറെയാ, ആ യേശുവും വേറെയാ, ആ സുവിശേഷവും വേറെയാണ്, ആ ആത്മാവും വേറെയാണ്. ഞാൻ ഭയപ്പെടുകയാ. അദ്ദേഹം പറയാ, ഞാൻ ഭയപ്പെടുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ഇതാ 2 കൊരിന്ത്യൻസ് അതിന്റെ 11:2 മുതൽ നമ്മൾ വായിക്കുമ്പോൾ പൗലോസോടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുക, ഒരു യഥാർത്ഥ ദേവദാസന്റെ ഭയം കാണുക. അവിടെ എഴുതിയിരിക്കുക, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. വേറെ ദൈവത്തിന്റെ എരിവോടെ എരിയുന്ന ദേവദാസന്മാരെ ആവശ്യം. ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. യഥാർത്ഥ ദേവദാസന്റെ ഭയം വിശ്വാസികളുടെ ജീവിതത്തിൽ ദേവദാസൻ ഭയപ്പെടുക. എന്താ ദേവദാസൻ ഇങ്ങനെ ഭയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയമേ ചെയ്തിട്ടുള്ളൂ, പക്ഷെ വിവാഹം നടക്കുന്ന കാര്യം സംശയമാ. അതാണ് എന്റെ ഭയം. അതായത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. ഞാൻ സുവിശേഷം പറഞ്ഞപ്പോ നിങ്ങൾ ദൈവരാജ്യം അവകാശമാക്കിയിട്ടില്ല. നിങ്ങൾ വീണ്ടും ജനിച്ചിട്ടേ ഉള്ളൂ, നിങ്ങൾ ദൈവരാജ്യം അവകാശമാക്കിയിട്ടില്ല. നിങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ളൂ. ഇക്കണക്കിന് പോയാൽ വിവാഹം നടക്കുമെന്നുള്ള കാര്യം സംശയമാണ്. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയാണ്. ഒരു യഥാർത്ഥ ദൈവദാസന്റെ ഉള്ളിലെ ഭയം കണ്ടോ? ഗ്ലോറി ടു ഗോഡ്. അതിന്റെ അർത്ഥം യഥാർത്ഥ ദൈവദാസന്മാര് ഇതാ ജനത്തെ സഭയിലേക്കല്ല കൂട്ടുന്നേ, അവർ സഭയിലൂടെ ദൈവരാജ്യത്തിലേക്ക് കയറ്റുകയാണ്. ഗ്ലോറി. എന്നാൽ മറ്റു ദൈവദാസന്മാർ ജനങ്ങളെ സഭയിലേക്ക് കയറ്റത്തുള്ളൂ. അതായത് എൻഗേജ്മെന്റ് നടത്തി തങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാക്കും, തങ്ങളുടെ സഭയിലെ തങ്ങളുടെ കോൺഗ്രിഗേഷനിലെ ഒരാളാക്കും, എന്നിട്ട് അവിടെ നിർത്തത്തുള്ളൂ. എന്നാൽ യഥാർത്ഥ ദൈവദാസന്മാര് ചെയ്യണത് ശ്രദ്ധിക്കുക. ഇതാ യഥാർത്ഥ ദൈവദാസന്മാർ അങ്ങനെ ഒരു കോൺഗ്രിഗേഷൻ കൂട്ടിവെക്കുകയല്ല, പകരം ഇവരെ സ്വർഗരാജ്യത്തിലേക്ക് ഈ സഭയിലൂടെ നടത്തുകയാ, അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക. കാരണം എൻഗേജ്മെന്റ് നടത്തി അവസാനിപ്പിക്കുകയല്ല, വിവാഹത്തിലേക്ക് നടത്തുകയാണ്. അവരെ വിവാഹത്തിലേക്ക് നടത്തുകയാ. അതിന്റെ അർത്ഥം ഇതാ രക്ഷിക്കപ്പെട്ടതോടുകൂടി ഇത് അവസാനിപ്പിക്കുകയല്ല വേണ്ടത്, ജനം ദൈവരാജ്യം അവകാശമാക്കണം. ആ ഒരു പോയിന്റിലേക്ക് പോകണം. ഇനി അദ്ദേഹം പറയുകയാണ്, ഇതാ ഇത്ര ഞാൻ ഭയപ്പെടുന്നതിന്റെ കാരണം എന്താ? കാരണം ഇതാ ലോകം മുഴുവൻ മറ്റൊരു സുവിശേഷം പോയിക്കൊണ്ടിരിക്കുക, മറ്റൊരു സുവിശേഷം പോയിക്കൊണ്ടിരിക്കുക, അതും യേശുവിന്റെ സുവിശേഷം പോലെ തന്നെ. ഇതാ അവിടെ പറയാണ്, ഒരുത്തൻ വന്നു ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഒന്നും തോന്നണില്ല, ഭയങ്കര പുള്ളി അതിശയിക്കുക, ദേവദാസനെ അതിശയിക്കുക. ഇതാ ഞങ്ങൾ പ്രസംഗിക്കാത്ത വേറൊരു യേശു, അതും യേശു തന്നെയാ, പക്ഷെ വേറെയാ. ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ വ്യാപരിക്കുന്ന ആത്മാവല്ല, ഇത് വേറൊരു ആത്മാവാ വ്യാപരിക്കണേ. ഗ്ലോറി. അപ്പോ മറ്റൊരു യേശുവിനെ പ്രസംഗിച്ചാൽ എന്നാ വ്യാപരിക്കും? ആത്മാവ് വ്യാപരിക്കും, പക്ഷേ ഹോളി സ്പിരിറ്റ് ആയിരിക്കത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഗ്ലോറി.
വഞ്ചനയുടെ ആത്മാവായിരിക്കും വ്യാപരിക്കുന്നത്. മറ്റൊരാത്മാവ്. പിന്നെ അത് നല്ല വിശേഷമാണോ? അതും നല്ല വിശേഷമാണ്. മറ്റൊരു നല്ല വിശേഷം, മറ്റൊരു നല്ല വിശേഷം. ഗ്ലോറി. ഇത് എങ്ങനെ തിരിച്ചറിയാം? ഫലം നോക്കി തിരിച്ചറിയുക. ഇവിടെയാണ് മിസ്സിംഗ് എലമെന്റ് നമ്മൾ ചെക്ക് ചെയ്യണ്ടേ. ഫലം നോക്കി തിരിച്ചറിയണം. മിസ്സിംഗ് എലമെന്റ് നോക്കണം. കർത്താവ് എന്നാ പറഞ്ഞേ? ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയുക. ഇവിടെ നമ്മൾ മിസ്സിംഗ് എലമെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതാ കർത്താവിന്റെ പ്രസംഗവും അപ്പസ്തോലന്മാരുടെ പ്രസംഗവും ഇതാ ഈ കള്ളപ്രവാചകന്മാരുടെ പ്രസംഗവും നോക്കി കഴിയുമ്പോൾ ആ നോട്ടില് 11 ക്ലാരിഫിക്കേഷൻ പോയിന്റ് ഉണ്ട്. അതിലെ 5 എണ്ണം റെഡിയായി, ബാക്കി കാണുന്ന 5 എണ്ണം റെഡിയാണ്, കാണാത്ത 6 എണ്ണം റെഡി അല്ലെങ്കിൽ സംഭവം ഫേക്ക് നോട്ടാ. ഗ്ലോറി. ഇതേപോലെ തന്നെ നമ്മളൊരു പ്രസംഗം കേൾക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പറയാം, നിങ്ങളിത് പൊറുക്കുന്നത് ആശ്ചര്യം. കാരണം എനിക്കിത് മനസ്സിലായി, നിങ്ങൾക്കിത് മനസ്സിലായില്ല. എനിക്കിത് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളിത് പൊറുക്കുന്നത് ആശ്ചര്യമായിരിക്കുന്നു. ഞാൻ ഭയപ്പെടുക, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കല്യാണം നടക്കുന്നുള്ള കാര്യം സംശയ. ഗ്ലോറി. അപ്പൊ ഈ നാളുകളിലെ കർത്താവ് പറഞ്ഞു കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പൊ ഈ നാളിൽ നാം ഇത് മനസ്സിലാക്കണം. ഏതാണ് മിസ്സിംഗ് എലമെന്റ്? ഈ മിസ്സിംഗ് എലമെന്റ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പിടിക്കാൻ പറ്റത്തുള്ളൂ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇതാ കള്ളപ്രവാചകന്മാരുടേതായ ആ വിഷയത്തില് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, പല കാര്യങ്ങളും അതില് മിസ്സാകുവാനായിട്ട് ഇടയാവുന്നുണ്ട്. ഗ്ലോറി. കർത്താവ് പറഞ്ഞു കള്ളപ്രവാചകന്മാർ ജനറലി എന്താ? ബ്രോഡ് വേയെ പറയത്തുള്ളൂ, വിശാലമായ വഴിയെ പറയത്തുള്ളൂ. ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും. ഗ്ലോറി. ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും. അവരുടേതായ പ്രസംഗത്തില് ഇതാ ഫസ്റ്റ് ഓഫ് ഓള് ദർശനം ഉണ്ടാകത്തില്ല. ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ സുവിശേഷം ആ സുവിശേഷത്തിൽ ഉണ്ടാകത്തില്ല. എന്താണ് സുവിശേഷം എന്ന് അറിയാൻ പാടില്ലാത്ത ജനമാണ് മുമ്പിൽ ഇരിക്കണേ. ഇതാ കർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജെറമ്യ 4:21 പറഞ്ഞ ബോഷന്മാരായ ജനമാണ്, കുരന്മാരായ ജനമാണ് മുമ്പിൽ ഈ പ്രസംഗം കേൾക്കാനായിട്ട് ചെന്നേക്കണേ. അതായത് സുവിശേഷം കേൾക്കാൻ ചെന്നേക്കണേ. അപ്പോ ഇതിൽ സുവിശേഷം ഉണ്ടോ എന്നുള്ള കാര്യം ഒന്നാമത് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ ചെക്ക് ചെയ്യേണ്ടത് യേശുവിന്റെ സുവിശേഷം ഇതിലുണ്ടോ ഇല്ലയോ. എന്താണ് യേശുവിന്റെ സുവിശേഷം? സിമ്പിളാണ്. ദൈവത്തിന്റെ വചനം പറയുകയാണ്, മാർക്കോസ് 1:14-15 പറയുകയാണ്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് ഈ സുവിശേഷത്തിൽ നല്ല വിശേഷത്തിൽ വിശ്വസിപ്പിൻ. ഇതുണ്ടോന്ന് ആദ്യം ചെക്ക് ചെയ്യുക. ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്. ഗ്ലോറി. ഹല്ലേലൂയ. ഇതുണ്ടെങ്കിൽ അടുത്ത എന്തുണ്ടാകുന്ന അറിയാമോ? ഇന്നത്തെ സുവിശേഷങ്ങൾ ഒന്നാമത് ഇത് മിസ്സിംഗ് ആണ്, അനേക സുവിശേഷങ്ങൾ. 2 അടുത്ത മിസ്സിംഗ് റെപ്പന്റൻസ് മിസ്സിംഗ്, മാനസാന്തരം. അനേക ഇതാ ഡ്യൂപ്ലിക്കേറ്റ് ഭാഗത്തെ മാനസാന്തരം മിസ്സിംഗ്. ഗ്ലോറി. നിങ്ങൾ ശ്രദ്ധിച്ചോ, വെളിപ്പാട് പുസ്തകത്തിൽ യേശുക്രിസ്തു 7 സഭയോട് സുവിശേഷം 7 സഭയോട് പ്രസംഗിക്കുന്നുണ്ട്. 7 സഭയിലും 5 സഭകളോടും പറയുന്നത് മാനസാന്തരപ്പെടണം. മിസ് ചെയ്തിട്ടില്ല. 2 എണ്ണം ഓൾറെഡി മാനസാന്തരപ്പെട്ടതുകൊണ്ട് അവരുടെ അടുത്തത് പറയുക സഹിഷ്ണുത. ഗ്ലോറി. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോ ഒന്നാമത് ചെക്ക് ചെയ്യേണ്ട സുവിശേഷം ഈ സുവിശേഷത്തിൽ ഉണ്ടോ എന്ന്. ആരുടെ സുവിശേഷം? യേശുവിന്റെ സുവിശേഷം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. 2ാമത് ആ സുവിശേഷം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. മാനസാന്തരം പറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചോളണം. മാനസാന്തരപ്പെടാൻ ആഹാരം തരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചോളണം. 2ാമത്തെ പോയിന്റാ. ഗ്ലോറി ടു ഗോഡ്. ഇനി 3ാമത്തെ പോയിന്റ്, മാനസാന്തരപ്പെട്ട ഇതാ 2 സഭകളോട് യേശു പറയാണ്, നിങ്ങൾ സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം കാത്തുകൊണ്ടതിനാൽ. ഗ്ലോറി. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും, സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഗ്ലോറി. അപ്പോ മാനസാന്തരപ്പെട്ടവരോട് പറയാണ് സഹിഷ്ണുതയുടെ വചനം, സഹനത്തിന്റെ വചനം. ഗ്ലോറി. അമ്മേ, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നമ്മൾ വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ എന്നാ വേണം? ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നമുക്ക് ആവശ്യം. ഗ്ലോറി. അപ്പൊ ആവശ്യമായ ഘടകമല്ലേ അത്? ഈ ആവശ്യമായ ഘടകം അതിലുണ്ടോ എന്ന് നാം ചെക്ക് ചെയ്യണം. ഗ്ലോറി. അപ്പൊ ഇന്നത്തെ സന്ദേശങ്ങൾ ഇതൊന്നും കാണത്തില്ല. പിന്നെ അങ്ങനെ സഹിഷ്ണുത വന്നവർക്ക് അടുത്തത് എന്താ? വിക്ടറി, ജയം പ്രാപിക്കണം. കർത്താവിന്റെ എല്ലാ പ്രസംഗത്തിലും ഇല്ലേ ജയം? ഗ്ലോറി. എല്ലാ പ്രസംഗത്തിലും ജയമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും, ജയിക്കുന്നവൻ അവകാശമാക്കും. ഇതെല്ലാം അതിലെ ചെക്ക് പോയിന്റുകളാണ്. ഗ്ലോറി ടു ഗോഡ്.
ഹല്ലേലൂയ. അപ്പോ ഈ വക കാര്യങ്ങൾ നമ്മൾ അതിൽ ശ്രദ്ധിച്ചോളണം. നമ്മള് ബാക്കിയുള്ള കാര്യങ്ങൾ ജനറലി എല്ലാത്തിലും ഉണ്ടാകും. ഒന്ന്, യേശുവിന്റെ നാമം. ഗ്ലോറി, യേശുവിന്റെ നാമം. അപ്പൊ യേശുവിന്റെ നാമം ഉണ്ട്. അപ്പൊ കർത്താവിന്റെ ദേവദാസൻ പറയാം അത് മറ്റൊരു യേശു ആണ്. ഗ്ലോറി. സുവിശേഷം എന്നുണ്ട്. ദേവദാസൻ പറയാം അത് മറ്റൊരു സുവിശേഷ. ആത്മാവുണ്ടോ? ദേവദാസൻ പറയാം അത് മറ്റൊരു ആത്മാവാ. ഗ്ലോറി. അപ്പോ യഥാർത്ഥത്തിൽ യേശുവിന്റെ സുവിശേഷമാണെങ്കിൽ ഫലം നോക്കുമ്പോ ഫലം നമ്മൾ ദൈവരാജ്യം അവകാശമാക്കണം. ആ ഫലത്തിലേക്ക് വരണം. അതിൽ മിസ്സിംഗ് പോയിന്റുകൾ ഉണ്ടാകരുത്. ദൈവരാജ്യം എന്ന ദർശനം ഉണ്ടാകണം. ദർശനമില്ലെങ്കിൽ ജനത്തിന് എന്നാ പറ്റും? ജനം നശിച്ചു പോകും. വേർ ദർ ഇസ് നോ വിഷൻ പീപ്പിൾ പെരിഷ്. ആദ്യം തന്നെ ആ മെസ്സേജിൽ ഒരു ദർശനം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. രണ്ടാമത് ദർശനം പ്രാപിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ആദ്യം തന്നെ മാനസാന്തരപ്പെടണം. റിപ്പന്റ്. ഇതുകൊണ്ട് കർത്താവ് പറഞ്ഞ നിനക്ക് വിഷൻ എന്താ? വിഷൻ സ്വർഗരാജ്യം. സ്വർഗരാജ്യം സമീപിച്ചിരിക്കും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. നിനക്കൊരു തിരിവ് വേണം. ഗ്ലോറി. തിരിവുള്ളവനാണ് അടുത്തത് എന്ത്? പെർസെർവേ, അതായത് സഹിഷ്ണുത. സഹനത്തിലൂടെ നാം കടന്നു പോകണം. ഗ്ലോറി. സഹനത്തിലൂടെ ദൈവം ചെന്ന് വാഗ്ദാനം പ്രാപിക്കാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. കർത്താദാസൻ പറയാ, പൗലോസ് പറയാ, ഇങ്ങനെ അനേക കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടവരാണ്. ഈ സഹിഷ്ണുത ഉണ്ടോ? ഇതാ കർത്താവ് പറഞ്ഞ ഇടുക്കു വഴിയിലൂടെ ദൈവരാജ്യത്തിൽ കടപ്പിൻ. ഈ വഴി വാതിൽ ഞെരുങ്ങിയതാണ്, ഇടുങ്ങിയതാണ്. ഇതാ കള്ളപ്രവാചകന്മാരുടെ സന്ദേശത്തിൽ ഇതൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ സംഭവങ്ങളൊന്നുമില്ല. അവസാനം വിക്ടറിയും ഇല്ല. കർത്താവ് പറഞ്ഞു ജയിക്കുന്നവന് അവകാശമാക്കും. ആ ജയം ഉണ്ടാകത്തില്ല. ഗ്ലോറി. ഇവർ കള്ളപ്രവാചകന്മാരാണെന്ന് ഇവർക്ക് ഒരറിവും ഇല്ല, അനേകർക്കും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അവിടെ വെച്ച് ഗേറ്റിൽ വെച്ച് യേശുവിന്റെ അടുക്കൽ വെച്ചാ പിടിക്കുന്നത്. ഞാൻ നിങ്ങളെ അറിയുന്നില്ല, എന്നെ വിട്ടുപോകുവിൻ, അതരം പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുമ്പോഴേ പിടുത്തം കിട്ടത്തുള്ളൂ. ഗ്ലോറി. അപ്പോ ഈ മിനിസ്ട്രികൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തോളണം. എന്തൊക്കെയാണ് മിസ്സിംഗ് എലമെന്റ്? ഗ്ലോറി. യേശു ഉണ്ട്, ഇത് ആത്മാവുണ്ട് എന്ന് പറഞ്ഞു, അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞു ഓടിപ്പോകരുത്. ഗ്ലോറി. എല്ലാ എലമെന്റും ഇതിന്റെ ആവശ്യമാണ്, ഇതിന്റെ ഉള്ളിൽ ആവശ്യമാണ്. നമ്മളവിടെ ദൈവരാജ്യം എന്ന ദർശനം ഇസ് എ മസ്റ്റ്. മനസ്സിലാകുന്നുണ്ടോ? നാം അവസാനം അവകാശമാക്കേണ്ടത് എന്താ? രാജാവ് തന്റെ വലത്തുള്ളവരോട് എന്നാ പറയാൻ പോണേ? എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന കിങ്ഡം, ദൈവരാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. അപ്പൊ ദർശനം നമുക്ക് നിശ്ചയമായിട്ട് അതിലുണ്ടായിരിക്കണം. ഗ്ലോറി. ഹല്ലേലൂയ. അല്ലാതെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് അവസാനിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. അവിടെയാണ് ദൈവദാസൻ ഭയപ്പെടുന്നത്. എൻഗേജ്മെന്റ് കഴിഞ്ഞു, രക്ഷിക്കപ്പെടൽ കഴിഞ്ഞു, വീണ്ടും ജനനം കഴിഞ്ഞു, പക്ഷേ അവകാശമാക്കുന്ന ആ പദ്ധതി അവിടെ ഇല്ല. ഗ്ലോറി. അപ്പോ നാം മനസ്സിലാക്കേണ്ടത് ഇതാ 1 പത്രോസ്, oh Lord, I love you, അതിന്റെ 1-ാം അധ്യായം അവിടെ എഴുതിയിരിക്കുന്ന കാര്യം അതിന്റെ 3-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. വീണ്ടും ജനനവും അവകാശവും രണ്ടും ഭാഗം അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്തിനാണ് വീണ്ടും ജനിച്ചതെന്ന് അവിടെ കൊടുത്തിരിക്കണേ. അതായത് എൻഗേജ്മെന്റ് കഴിഞ്ഞ എന്തിനു വേണ്ടിയാ? വിവാഹത്തിന് വേണ്ടിയല്ലേ? ഗ്ലോറി. വീണ്ടും ജനിച്ചത് എന്തിനു വേണ്ടിയാണ്? ദൈവരാജ്യം അവകാശമാക്കാൻ വേണ്ടിയാ വീണ്ടും ജനിച്ചേ. ഇന്ന് വീണ്ടും ജനിച്ചു അതോടെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോവാ. എങ്ങനെയല്ല. ശ്രദ്ധിച്ചേ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ, 1 പത്രോസ് 1:3 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ബോണഗെയിനായ എന്തിനു വേണ്ടിയാ? ബോണഗെയിനായത് എന്തിനു വേണ്ടിയാ? അവകാശമാക്കാനാ. മനസ്സിലാവുന്നുണ്ടോ? ഒരവകാശം കരസ്ഥമാക്കാൻ. എങ്ങനത്തെ അവകാശം? വാട്ടമില്ലാത്ത, ക്ഷയമില്ലാത്ത, മാലിന്യമില്ലാത്ത അവകാശം നാം കരസ്ഥമാക്കണം. അതാണ് ദൈവരാജ്യം. മനസ്സിലായോ? അപ്പൊ എന്തിനു വേണ്ടിയാ വീണ്ടും ജനിച്ചേ? ഇത് അവകാശമാക്കാൻ വേണ്ടിയാ. അപ്പോ ഇങ്ങനെ ഒരു ചിന്ത നമുക്കില്ലെങ്കിലോ, ഇങ്ങനെ ഒരു അവകാശമാക്കുന്ന ചിന്ത നമുക്കില്ലെങ്കിലോ,
ആ ചിന്ത ജനിപ്പിക്കേണ്ടത് ഈ എന്നെ പോലെ പ്രസംഗിക്കുന്ന ദൈവദാസന്മാരാണ്. ഇങ്ങനെ ഒരു ചിന്തയില്ലാത്ത ജനത്തിന്റെ ഉള്ളിൽ ചിന്ത ജനിപ്പിക്കേണ്ടേ, ഇതിൽ വർദ്ധിപ്പിക്കേണ്ടേ. കാരണം ജനത്തിന്റെ ഉള്ളിലെ ചിന്തകൾ മുഴുവൻ ഇതാ നേരത്തെ ലോകത്തിന്റെ ആത്മാവ് കയറി ഭരിച്ചത് കൊണ്ട് ലോകം നേടുന്ന പാഴ് ദർശനമേ ആകത്തുള്ളൂ. ഇതാ ദൈവദാസന്മാരുടെ ചുമതല എന്ന് പറയുന്ന ആ പാഴ് ദർശനത്തെ മൂവ് ചെയ്തിട്ട് ഇതാ ക്ഷയം, മാലിന്യം, വാട്ടമില്ലാത്ത സുവിശേഷത്തിന്റെ ദർശനം, ദൈവരാജ്യം എന്ന ദർശനം അകത്തേക്ക് കൊണ്ടുവരണം. ഇതാണ് അത് നാം അവകാശമാക്കുന്നതാണ് വിവാഹം. മനസ്സിലായോ? ഇതാ ഒരു സ്ത്രീയുടെ എൻഗേജ്മെന്റിൽ ആ സ്ത്രീ പുരുഷന്റേതൊന്നും അവകാശമാക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ വിവാഹത്തോടു കൂടി അവകാശമാക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഭർത്താവിന് എന്തൊക്കെയുണ്ടോ അതിന് തനിക്കും ഒരു പങ്കുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ തന്നെ ഇതാ നമ്മളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഗ്ലോറി, രക്ഷിക്കപ്പെട്ടപ്പോൾ നാം വീണ്ടും ജനിച്ചപ്പോൾ എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഇതാ വിവാഹത്തോടു കൂടെ നാം ആ അവകാശമാക്കാൻ പോയി. ഇതാണ് അവിടെ പറയുന്നത്. അങ്ങനെ അവകാശമാക്കുവാനാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കാതെ തൽക്കാല ലോകത്തിൻ്റെതായ താൽക്കാലികത മാത്രം കാണിച്ചിട്ട് നമ്മളെ ഓടിക്കുന്നതാണ് മറ്റൊരു സുവിശേഷത്തിന്റെ ദർശനം. മറ്റൊരു സുവിശേഷം, മറ്റൊരു സന്തോഷ വാർത്ത. മനസ്സിലായോ? സുവിശേഷം വെച്ചാൽ സദ്വാർത്ത. മറ്റൊരു സദ്വാർത്ത എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, താൽക്കാലികമായത് കാണിക്കും. അനുസരിക്കാത്ത വ്യക്തികളോടും ശ്രദ്ധിച്ചോ, ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് പറയാ, നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും, സമാധാനം തലയ്ക്ക് വരട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ ഭയങ്കര സന്തോഷം. അപ്പോ ചിലരൊക്കെ ആത്മാവിൽ ഹല്ലേലൂയ 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 ഇങ്ങനെ പിടയ്ക്കാൻ തുടങ്ങും. കാരണം ഈ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും എന്ന് പറഞ്ഞല്ലേ. ഇതാണ് ഫോൾസ് പ്രോഫറ്റിന്റെ ഒരു മിനിസ്ട്രി. കർത്താവ് പറയാ, നിന്നെ ഞാൻ നഞ്ചുവെള്ളം കുടിപ്പിക്കുന്ന പറയണം അവരോട്. ഈ ദൈവ വഴികൾ നടക്കാത്ത ഇവരോട് പോയിട്ട് നീ പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുന്നു, സമാധാനം ഉണ്ടാകുന്നു. ആ ദൈവ കഥ പറയും, ഞാൻ നിനക്കെതിരാ. ഇന്ന് എത്രയോ മിനിസ്ട്രികളാ മാനസാന്തരത്തെ കുറിച്ച് മിണ്ടാതെ പോയിട്ട് സമാധാനം ഉണ്ടാവുമെന്ന് പറയുക. പിന്നെ പറയാണ്, ഒരു ദോഷവും നിനക്ക് വരത്തില്ല, ഒരു ദോഷവും. പാപ വഴികളിൽ നടക്കുന്ന വ്യക്തികൾക്ക് ദോഷം വരും. ബി പ്രാക്ടിക്കൽ. ജനത്തിന് ഇത് കേൾക്കുമ്പോൾ സന്തോഷമുള്ളു. ഇന്നലെ നുണ പറഞ്ഞു, ഇന്ന് വേറെ കുറെ ചതിച്ചു, ഇതൊക്കെ ചെയ്തിട്ട് ഒന്നും വരത്തില്ല. നമ്മുടെ അപ്പൻ നമ്മൾ തെറ്റീത അടിക്കുന്ന, ശാസിക്കുന്ന, ശിക്ഷിക്കുന്ന വഴി നടന്ന ദൈവമാ. ഗ്ലോറി. എന്തിനാന്നറിയാമോ? ലോകത്തോടുകൂടെ ശിക്ഷാവിധി അനുഭവിക്കാതിരിക്കാനാ. വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പന് ശാസിച്ചില്ലെങ്കിൽ അപകടമാട്ടോ. ശാസിച്ചില്ലെങ്കിൽ ലോകത്തിന്റെ കൂട്ടത്തിൽ കൂട്ടിയെന്ന് അതിന്റെ അർത്ഥം. ഗ്ലോറി. അവർക്ക് ശിക്ഷാവിധിയാ. ശാസന ഉണ്ടോ, ശിക്ഷയുണ്ടോ, അതിന്റെ അർത്ഥം മക്കളോടെന്ന പോലെ ദൈവം പെരുമാറുന്നു. അപ്പൊ ഈ ഭാഗം നമ്മളൊന്ന് മനസ്സിലാക്കണം. ശ്രദ്ധിച്ചേ, ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവ് ഇതാ പറയുന്ന ആ ഭാഗം നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അതിന്റെ 23-ാം അധ്യായം അവിടെ പറയാണ്, യെരുശലേമിലെ പ്രവാചകന്മാർ ഒരു ഹൊറിബിൾ കാര്യം ഞാൻ കണ്ടിരിക്കുകയാ. ജനത്തിന് കുരുടന്മാരായ ജനത്തിന് ഇതുപോലെ മനസ്സിലാവുന്നുണ്ടോ? യെരുശലേമിലെ പ്രവാചകന്മാരിൽ ഒരു ഹൊറിബിൾ തിങ്സ്, ഒരു ഭയങ്കര കാര്യം ഞാൻ കണ്ടിരിക്കുന്നു. ദൈവം പറയാ, സാധാരണ കാര്യമൊന്നുമല്ല, ഭയങ്കര കാര്യം. ഇതാ യെരുശലേമിലെ പ്രവാചകന്മാരിലോ ഞാൻ അതിഭയങ്കരമായുള്ളത് കണ്ടിരിക്കുന്നു. ദൈവം അതിഭയങ്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കരം തന്നെയാ. ഗ്ലോറി. എന്നാ പറയണേ? അവർ വ്യഭിചാരം ചെയ്തു, വ്യാജത്തിൽ നടക്കുന്നു, ആരും തന്റെ ദുഷ്ടത വിട്ടുതിരിയാതെ വണ്ണം അവർ ദുഷ്പ്രവർത്തിക്കാരെ ധൈര്യപ്പെടുത്തുന്നു. ഗ്ലോറി. ദുഷ്പ്രവർത്തിക്കാർ എന്നാ ചെയ്യുന്നു? ധൈര്യപ്പെടുന്നു. ദൈവദാസ ഭാവത്തിലാണ് ജീവിക്കണേ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ദുഷ്പ്രവർത്തിക്കാരെ ധൈര്യപ്പെടുന്നു. ഒരു കുഴപ്പം വരത്തില്ല, ഒരു കുഴപ്പം വരത്തില്ല. നമ്മൾ ആരാ? നമ്മൾ വീണ്ടും ജനിച്ചവരല്ലേ, നമുക്ക് ഒരു കുഴപ്പം വരത്തില്ല. നമുക്ക് ആരുണ്ട്? യേശു ഉണ്ടെന്നേ. ഇവരോട് അതല്ല പറയണ്ട. കുഞ്ഞെ, നീ നിന്റെ പാപ വഴി വിട്ടുതിരിയേ, ദൈവം നിന്റെ കൂടെ ഉണ്ടാവും. നിന്റെ പാപ വഴി വിട്ടുതിരിയ മാനസാന്തരത്തിന്റെ കാര്യം മിണ്ടുന്നതേ ഇല്ല. ധൈര്യപ്പെടുത്തുകയാ ആളുകളെ, മിണ്ടുന്നതേ ഇല്ല. കർത്താവ് പറയും, ഇത് അതിഭയങ്കരമായ ഒരു കാര്യമാണെന്ന് പറയണേ.
ഗ്ലോറി. ഇതാ ആരും തന്റെ ദുഷ്ടത വിട്ടുതിരിയാതെ വണ്ണം അവർ ദുഷ്പ്രവർത്തിക്കാരെ ധൈര്യപ്പെടുത്തുന്നു. അവരെല്ലാവരും എനിക്ക് സോദോം പോലെയും അതിലെ നിവാസികൾ ഗൊമോറ പോലെയും ഇരിക്കുന്നു. കർത്താവ് പറയാ, കൂട്ടമായിട്ട് ഞാൻ വിടാൻ പോവരെ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. റിപ്പന്റൻസ് ഇല്ല, മാനസാന്തരം എന്ന് പറയുന്നതേ ഇല്ല, അറിയുന്നില്ല. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പ്രവാചകന്മാരെ കുറിച്ച് ഇപ്രകാരം ചെയ്യുന്നു, ഞാൻ അവരെ കാഞ്ഞിരം തീറ്റി നഞ്ചുവെള്ളം കുടിപ്പിക്കും. ദേവദാസന്മാരെ കുറിച്ച് പറഞ്ഞു, ഞാൻ അവരെ കാഞ്ഞിരം തീറ്റി ഈ ജനത്തെ നീതിയിലേക്ക് നടത്താൻ അവരെ വച്ചിരിക്കണേ. അവരോ തിരിയത്തില്ല, പകരം തിരിയാതിരിക്കുന്ന ജനത്തിന് സമാധാനം പറഞ്ഞു നടക്കുക. തിരിയാതിരിക്കുന്ന ജനത്തിന് സമാധാനം പ്രസംഗിച്ച് നടക്കുക. ഇത് കേൾക്കുമ്പോൾ ജനത്തിന് അങ്ങ് സന്തോഷം ആയി. കാരണം ഞങ്ങൾക്ക് വഴികളൊന്നും വിട്ടു തിരിയേണ്ടല്ല, ഒരാവശ്യമോ ഇല്ല. മറ്റേ ദാസന്റെ അടുത്ത് പോയാൽ മാനസാന്തരം കട്ട സഹിക്കണം എന്നൊക്കെ പറയും. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, വെറും പാട്ട് പാടിയാൽ മതി. എല്ലാ ആഴ്ചയിലും ഞങ്ങളെ വിളിക്കും. കണ്ടില്ലല്ലോ, എവിടെയായിരുന്നു ഗ്ലോറി? പാട്ട് മാത്രം പാടിയത്, ഒരു മാനസാന്തരവും ഒരാവശ്യവും ഇല്ല. കാരണം യേശു മരിച്ചില്ലേ, എൻഗേജ്മെന്റ് കഴിഞ്ഞല്ലോ. അല്ലെ കല്യാണം നടക്കണ ഇവിടെ വെച്ചല്ലോ, അത് പിന്നെ കാണാൻ പറ്റത്തില്ലല്ലോ, അത് നടക്കട്ടെ. അങ്ങനെ ഒരു ചിന്തയിൽ അങ്ങ് പോവുക. ഇങ്ങനെ ചതിക്കപ്പെടരുത്. ഇനി താഴേക്ക് വായിക്കുമ്പോ ഇതാ ഇവിടെ മിനിസ്ട്രിയെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. ഗ്ലോറി. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം ചെയ്യുന്നു, നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. അവർ നിങ്ങളെ വ്യാജം ഉപദേശിക്കുന്നു. യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല, സ്വന്തം ഹൃദയത്തിലെ ദർശനമത്രേ അവർ പ്രവചിക്കുന്നത്. ദൈവത്തിന്റെ വായിൽ നിന്നുള്ളതും അല്ല പറഞ്ഞേ, സ്വന്തം ഹൃദയത്തിലെ ചിന്തകളാണ് അവര് പ്രസംഗിക്കുന്നത്. ശ്രദ്ധിച്ചു, അവരുടെ മിനിസ്ട്രി കേൾക്കണോ? എന്നെ നിരസിക്കുന്നവരോട് അവർ നിങ്ങൾക്ക് സമാധാനം എന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. ഗ്ലോറി. ഇതെന്തൊരു മിനിസ്ട്രിയാ? ഒരു മിനിസ്ട്രിയാ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുമെന്ന്. ഗ്ലോറി. ഹല്ലേലൂയ. ആ മിനിസ്ട്രി പ്രിയരെ നാം മനസ്സിലാക്കുക. ഇവിടെ എഴുതിയിരിക്കുക, യു ഷാൽ ഹാവ് പീസ് മിനിസ്ട്രി. ഗ്ലോറി. ഒരു മിനിസ്ട്രിയാ. ജനത്തിന് എന്തോ ഒരു സന്തോഷം ഇങ്ങനത്തെ മിനിസ്ട്രി കിട്ടി കഴിഞ്ഞാൽ. സമാധാനം ഉണ്ടാവും. യു ഷാൽ ഹാവ് പീസ്, യു ഷാൽ ഹാവ് പീസ്. നിനക്ക് സമാധാനം, നിനക്ക് സമാധാനം, നിനക്ക് സമാധാനം. കർത്താവ് ഞാൻ നിന്നെ നഞ്ചുവെള്ളം കുടിപ്പിക്കും. ഈ ജനത്തെ നീതിയിലേക്ക് നടത്താനാ നിന്നെ വെച്ചിരിക്കണേ. നിനക്ക് സമാധാനം, ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല, നിനക്ക് സമാധാനം, നിനക്ക് ഇന്ന ജോലി, നിനക്ക് അടുത്ത പ്രമോഷൻ, നിനക്ക് സമാധാനം, നിനക്ക് ഉയർച്ച. കുഞ്ഞേ, നിന്നെ ആക്കിയത് ഈ ജനത്തെ അവരുടെ പാപ വഴികളിൽ നിന്ന് തിരിക്കാനാ. ഗ്ലോറി. അയാളുടെ ജനത്തെ ഇഷ്ടപ്പെടുന്ന കാര്യം പറഞ്ഞ് അവരുടെ കയ്യിലുള്ളത് മേടിച്ചുകൊണ്ട് പോകാനല്ല. ജനത്തോട് പാപ വഴി തിരിയാൻ പറഞ്ഞാൽ 5 പൈസ കൊടുക്കുവോ? മാനസാന്തരപ്പെടാൻ മനസ്സുള്ളവൻ വല്ലതും കൊടുത്താലായി, അല്ലാത്തവന്മാര് തിരിഞ്ഞു പോകും. ഗ്ലോറി. എന്നാ പിന്നെ ജനത്തിന് ഇഷ്ടപ്പെട്ടത് പറയാം. കർത്താവ് പറഞ്ഞു, ഞാൻ അവരെ അയച്ചിട്ടില്ല. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുക, നിങ്ങൾക്ക് എന്നെ ഉണ്ടാകും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും. ഓ ലോർഡ്, ഐ ലവ് യു. സൈന്യങ്ങളുടെ എന്റെ 23:17 എന്നെ നിരസിക്കുന്നവരോട് അവർ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും എന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. Thus says the Lord, you will have peace. Glory. കർത്താവേ, ഞാൻ നിന്നെ നഞ്ചുവെള്ളം കുടിപ്പിക്കും. ഇനി അടുത്ത മിനിസ്ട്രി, തങ്ങളുടെ ഹൃദയത്തിലെ ശാഠ്യപ്രകാരം നടക്കുന്നവരോടൊക്കെയും നിങ്ങൾക്കൊരു ദോഷവും വരികയില്ല എന്ന് പറയുന്നു. ഗ്ലോറി. ഒരു ദോഷവും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. ഗ്ലോറി. ഒരു ദോഷവും നിങ്ങൾക്ക് വരത്തില്ല എന്ന് വിളിച്ചു പറയുക. നോ ഈവിൽ ഷാൽ കം അപ്പോൺ യു മിനിസ്ട്രി. അടുത്ത മിനിസ്ട്രി, ഒരു ദോഷവും നിങ്ങൾക്ക് വരത്തില്ല. ഒരു ദോഷവും വരത്തില്ല നിങ്ങൾക്ക്. ഗ്ലോറി. ഇത് കേൾക്കാനല്ലേ ജനം പോണേ? ജനത്തിന്റെ ആഗ്രഹത എനിക്ക് എന്ത് വരരുത്? ഒരു ദോഷവും വരരുത്. പിന്നെ ചെറുപ്പത്തിൽ ഓർത്ത് സങ്കീർത്തനം 23 കൂടി ഓർക്കും. കൂരിൽ താഴയിലൂടെ കടന്നുപോയാലും എനിക്കോ വരികയില്ല. ഇത് ആർക്കാന്നറിയാമോ? യഹോവ ഇടയാനായവനാണ്, ദൈവ വഴികൾ നടക്കുന്നവനാ. ഗ്ലോറി. അല്ലാണ്ട് പാപ വഴികളിൽ നടന്നിട്ട് ഒരു ദോഷവും വരത്തില്ല എന്ന് പറയല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, കുഞ്ഞേ, നീ ദൈവത്തിന്റെ വീണ്ടും ജനിച്ച പൈതലാണെങ്കിൽ നീ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നീ മരിക്കും. ജഡത്തിൽ വിതയ്ക്കുന്ന ജഡത്തിൽ നാശം കൊയ്യും. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പൊ ഇതൊന്നും അറിയാതെ പോകല്ല. ഇവരുടെ ഇതിൽ എന്തില്ല എന്നറിയാമോ? നോ റിപ്പന്റൻസ്. ഗ്ലോറി.
മാനസാന്തരം, ദൈവ വഴികളെ പാപ വഴികളെ വിട്ടുതിരിഞ്ഞ ദൈവ വഴികളിലേക്ക് വരിക എന്നുള്ള മാനസാന്തരം എന്നുള്ള എലമെന്റ് ഇല്ല. ഗ്ലോറി. മാനസാന്തരം എന്ന കർത്താവിന്റെ സുവിശേഷത്തിലെ പ്രധാന എലമെന്റ് എന്താ? മാനസാന്തരം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുവീൻ, നിങ്ങളുടെ വഴികളെ വിട്ടുതിരിയുവീൻ, ദൈവ വഴിയിലേക്ക് നടക്കുവീൻ. ഗ്ലോറി. ഹല്ലേലൂയ. ആ മാനസാന്തരം നമുക്ക് വായിച്ചു നോക്കിയാലായിട്ട് അറിയാൻ പറ്റും. ഇതാ അവിടെ യേശുക്രിസ്തുവിൻ്റെതായ എല്ലാ പ്രസംഗങ്ങളിലും നമുക്ക് ഈ മാനസാന്തരത്തിന്റെ അവസ്ഥ കാണാം. ഇതാ അതിന് 23:17 മുതൽ വായിക്കുമ്പോ ഇതാ അവിടെ എഴുതിയിരിക്കുക, എന്നെ നിരസിക്കുന്നവരോട് അവർ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും എന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. തങ്ങളുടെ ഹൃദയത്തിലെ ശാഠ്യപ്രകാരം നടക്കുന്നവരോടൊക്കെ നിങ്ങൾക്ക് ഒരു ദോഷവും വരികയില്ല എന്ന് പറയുന്നു. ജനം ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നേ, അങ്ങനെയുള്ളത് പോകാൻ അവർ താല്പര്യപ്പെടത്തുള്ളൂ. ഗ്ലോറി. നിങ്ങളെ ദൈവം ശിക്ഷിക്കുകയും ശാസിക്കുന്ന മര്യാദയ്ക്ക് നടന്നോ എന്ന് പറയണവരോടൊന്നും വലിയ താല്പര്യമൊന്നും കാണത്തില്ല. ഗ്ലോറി ടു ഗോഡ്. ഇതാ ഇനി അടുത്തത്, യഹോവയുടെ വചനം ദർശിച്ച് കേൾപ്പാൻ തക്കവണ്ണം അവന്റെ ആലോചന സഭയിൽ നിന്നവനാർ, അവന്റെ വചനം ശ്രദ്ധിച്ച് കേട്ടിരുന്നവൻ ആർ. ഗ്ലോറി. താഴേക്ക് നമ്മൾ വായിക്കും. അതായത് നമ്മളെ ദൈവദാസന്മാരായ വ്യക്തികളും ഇന്ന് പുതിയ നിയമത്തിലെ ഓരോ വിശ്വാസിയും കർത്താവിന്റെ ആലോചന സഭയിൽ നിന്ന് പ്രാപിക്കേണ്ട വ്യക്തിയാണ് അന്നു വേണ്ടുന്ന ആഹാരം. ഗ്ലോറി. ഇതാ യഹോവയുടെ ക്രോധം എന്ന കൊടുങ്കാറ്റ്, വലിയ ചുഴലിക്കാറ്റ് തന്നെ പുറപ്പെട്ടിരിക്കുന്നു. അത് ദുഷ്ടന്മാരുടെ തലമേൽ ചുറ്റിയടിക്കും. തന്റെ ഹൃദയത്തിലെ ഉദ്ദേശങ്ങളെ നടത്തി തീരുവോളം യഹോവയുടെ കോപം മാറുകയില്ല. ഭാവി കാലത്ത് നിങ്ങൾ അതിനെ പൂർണ്ണമായും ഗ്രഹിക്കും. ഇനി താഴേക്ക് വരുമ്പോ അവിടെ എഴുതിയിരിക്കുകയാണ് എന്റെ 21-ാം വാക്യം, ഞാൻ ഈ പ്രവാചകന്മാരെ അയക്കാതിരുന്നിട്ടും അവർ ഓടി. ഞാൻ അയച്ചിട്ടില്ല അവരെ, ഞാൻ അയക്കാതിരുന്നിട്ട് അവർ ഓടി. ഞാൻ അവരോട് അരുളി ചെയ്യാതിരുന്നിട്ടും അവർ പ്രവചിച്ചു. അവർ എന്റെ ആലോചന സഭയിൽ നിന്നിരുന്നുവെങ്കിൽ എന്റെ വചനങ്ങളെ എന്റെ ജനത്തെ കേൾപ്പിച്ച് അവരുടെ ആകാത്ത വഴിയിൽ നിന്ന്, അവരുടെ പ്രവൃത്തികളുടെ ദോഷത്തിൽ നിന്ന് അവരെ തിരിപ്പിക്കുമായിരുന്നു. അവർ മാനസാന്തരപ്പെടുത്തുമായിരുന്നു ജനത്തെ. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? തിരിപ്പിക്കും എന്ന് പറഞ്ഞാൽ എന്തുവാ? മാനസാന്തരം. മനസ്സിലായോ? അപ്പൊ യഹോവയുടെ ആലോചന സഭയിൽ അവർ നിന്നിരുന്നെങ്കിൽ ആ ദേവദാസന്മാർ എന്ത് ചെയ്തേനെ? യഹോവയുടെ വചനം ഈ ജനത്തെ കേൾപ്പിച്ച് അവരെ തിരിപ്പിക്കുമായിരുന്നു. എവിടെ നിന്ന്? ആകാത്ത വഴിയിൽ നിന്ന്. ഇതിന്റെ പേരാ മാനസാന്തരം. ഗ്ലോറി. അപ്പൊ യഥാർത്ഥ ഒരു ദേവദാസം പ്രസംഗിച്ചാൽ എന്തുണ്ടാകും? മാനസാന്തരം ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? അല്ല ദൈവം നിനക്ക് സമാധാനം തരുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു, നിനക്ക് ഒരു ദോഷവും വരത്തില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ് ജനത്തിന്റെ കുറെ ചിന്തകളുടെ പ്രകാരം അങ്ങ് പ്രവചിച്ചു പോവുകയല്ല. പകരം ദൈവസഭയിൽ നിൽക്കുന്ന ഒരു ദൈവദാസം പ്രസംഗിക്കാൻ ഇറങ്ങിയാൽ ഈ ജനത്തിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അല്ല പ്രതീക്ഷിക്കുന്നത്. പകരം ഈ ജനത്തെ, അറിവില്ലാത്ത കുരുടന്മാരായി ജനത്തെ, ഇവരുടെ കണ്ണു തുറന്നിട്ട് ഇവരെ ഏത് വിധേനയെങ്കിലും സ്വർഗരാജ്യത്തിൽ എത്തിക്കണമെന്നുള്ള ഒറ്റ ചിന്തയിലായിരിക്കും ആ ദേവദാസം പ്രസംഗിക്കുന്നത്. കാരണം ദൈവത്തിന്റെ ആലോചന മാത്രമേ ആ ദേവദാസം പറയത്തുള്ളൂ. ഗ്ലോറി. ഇതാണ് പൗലോസ് അതിശയപ്പെടുന്നത്. ഇതാ ഞാൻ ഭയപ്പെടുകയാണ്. ഇത് മറ്റൊരു യേശു, ഇത് മറ്റൊരു സുവിശേഷ, ഇത് മറ്റൊരു ആത്മാവ്. നിങ്ങൾ ഇതിനെ പൊറുക്കുന്നത് ആശ്ചര്യം തന്നെ. ഗ്ലോറി. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ആരെയും, ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന സഹോദരരെ, നിങ്ങളെ ആരെയും തടവിലിട്ട് പിടിക്കുവാനായിട്ട് നിങ്ങളുടെ നന്നായി നടത്തുന്ന ഒരു ദൈവദാസനും പറ്റില്ല. നിങ്ങൾ ഇത് അനേകർ ഇതാ സുവിശേഷവും കൺവെൻഷനും ക്രൂസൈഡ്, ഇതാ ബ്ലെസ്സിങ് മീറ്റിംഗ്, ഡിവൈൻ ബ്ലെസ്സിങ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അനേകം മീറ്റിങ്ങുകൾ ചുറ്റും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് ഓരോ പടവും വെച്ച് നിങ്ങളെങ്ങ വിളിച്ചിട്ട് അവിടെ ചെന്ന് നിങ്ങളിത് കേൾക്കുമ്പോ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാതെ ഈ എലമെന്റ്സ് അതിലുണ്ടോന്ന് നോക്കണം. മാനസാന്തരം എന്ന് പറഞ്ഞ എലമെന്റ്സ് ഉണ്ടോന്ന് നോക്കണം. ആദ്യ യേശുവിന്റെ സുവിശേഷം ഉണ്ടോന്ന് നോക്കണം. ദൈവരാജ്യം ദർശനം ഉണ്ടോന്ന് നോക്കണം. 2 മാനസാന്തരം ഉണ്ടോന്ന് നോക്കണം. 3 സഹിഷ്ണുത എന്ന പാത ഉണ്ടോ എന്ന് നോക്കണം. 4 വിക്ടറി ഉണ്ടോന്ന് നോക്കണം. ജയിക്കുന്ന അവകാശമൊക്കെ ഇതില്ലെങ്കിൽ അത് ഫേക്കാ, അത് കള്ള ഗോസ്പലാന്നേ. ഗോറി. അവിടെ പോയി തല വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കേരള ആത്മാവ് വേറെയാ, റിസൾട്ട് വരുന്നത് വേറെയാ. അതിനവർ അഭിഷേകം ഒന്ന് പേരിടുക. യഥാർത്ഥ യേശുവിന്റെ അഭിഷേകം വന്നാലുണ്ടല്ലോ അവന് പിന്നെ വിശുദ്ധിയിലേക്കാ അവന്റെ ആഗ്രഹം. കാരണം അത് ഹോളി സ്പിരിറ്റാ. എന്നാൽ ലോകത്തിന്റെ ആത്മാവ് കയറണമെങ്കിലുണ്ടല്ലോ കുറച്ചും കൂടി ലോകം നേടണം എന്നുള്ള ആഗ്രഹം. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പൊ പ്രിയ ദൈവത്തിന്റെ ജനം, ഈ നാളുകൾ യഥാർത്ഥ ദൈവദാസന്മാർ കഥ പറഞ്ഞോ, അവർ ആ ദൈവദാസന്മാർ എന്റെ ആലോചന സഭയിൽ നിന്നിരുന്നുവെങ്കിൽ എന്റെ വചനങ്ങളെ
ആരുടെ വചനങ്ങൾ? അവർക്ക് ഇഷ്ടമുള്ളതല്ല. എന്റെ വചനങ്ങളെ എന്റെ ജനത്തെ കേൾപ്പിച്ച് അവരെ അവരുടെ ആകാത്ത വഴിയിൽ നിന്നും അവരുടെ പ്രവൃത്തികളുടെ ദോഷത്തിൽ നിന്ന് തിരിപ്പിക്കുമായിരുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. ഒരു തിരുവാചനത്തിന് വരും. അവരുടെ ഹൃദയത്തിൽ ഒരു മാറ്റം നടക്കുക. ഹല്ലേലൂയ. അവർ ഫീൽ ഗുഡ് ചെയ്തു പോവല്ല. അവർക്ക് നന്നായിട്ട് അയ്യോ എന്ത് നന്നായിട്ട് തോന്നിനോ, അവരുടെ അകത്തൊരു മാറ്റം നടക്കുകയാ. ഗ്ലോറി, അകത്തൊരു മാറ്റം. ഇതാ ദൈവത്തിന്റെ ദാസൻ ഇതാ ഇവിടെ പറയുന്നത്. ഇതാ ഞാൻ കാണുന്നത് അങ്ങനെയല്ലല്ലോ. ഇതാ ഞാൻ മറ്റൊരു യേശുവിനെ കാണുന്നു, മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നു. ഇതാ മറ്റൊരു സുവിശേഷം, മറ്റൊരാത്മാവ് മൂവ് ചെയ്യുന്നു. ഞാൻ ഭയപ്പെടുക. ഇങ്ങനെയെങ്കിൽ ഇതാ ഞാൻ നിങ്ങളെ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവന്നു, വീണ്ടും ജനത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ ഇങ്ങനെ പോയാൽ കല്യാണം നടക്കത്തില്ല. ഗ്ലോറി. അതുകൊണ്ട് കർത്താവ് പറയുന്നു, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവേൻ. അവരുടെ ഫലങ്ങളാ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. ഹല്ലേലൂയ. അവരെങ്ങനെയാ വരുന്നേ? ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ ഇടയിലേക്ക് വരും. പാസ്റ്ററിന്റെ വേഷം, വിശ്വാസിയുടെ വേഷം, ആടിന്റെ വേഷം ധരിച്ച് നിങ്ങളുടെ ഇടയിലേക്ക് വരും. എന്നിട്ട് നിങ്ങളെ കടിച്ച് കീറുന്ന ചെന്നായ്ക്ക. ഹല്ലേലൂയ. നിങ്ങളുടെ ദേഹിയെ ഇതാ ന്യായവിധിയുടെ ദിവസത്തിലിട്ട് കടിച്ച് കീറും. അവിടം വരെ ഒന്നും അറിയത്തില്ല. അപ്പൊ ഈ നാളുകളില് പ്രിയ സഹോദരങ്ങളെ, ഇതാ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, ഇന്ന് വലിയൊരു കൂട്ടം നല്ലൊരു ശതമാനം, മോർ ദാൻ 80% ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് 80% ഇങ്ങനൊരു ട്രാഫിക് കിടക്കുക. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഫലമില്ലെങ്കിൽ, ശബ്ദപരിധിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് കേട്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ ഫലമില്ല എങ്കിൽ ശ്രദ്ധിച്ചേ, നിങ്ങളുടെ ജീവിതത്തിൽ ഫലമില്ല എങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ഫലത്തിന് ഓപ്പോസിറ്റ് ഫലമാണ് എങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളണം. ഇതാ നമ്മൾ പലപ്പോഴും അരുതാത്ത ആത്മാവിനുണ്ട് തല വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിൽ അറിയാതെ നമുക്ക് പറ്റിപ്പോയെങ്കിൽ ദൈവസന്നിധിയിൽ മാപ്പ് ചോദിക്കുക. കർത്താവേ, ഞാൻ അറിയാതെ അതെന്റെ ജീവിതത്തിൽ സംഭവിച്ചു. പ്രിയരെ, അരുതാത്ത വാക്കുകൾ, കർത്താവിന്റെ ഡയറക്ഷൻ അല്ലാതെ പറയുന്ന വാക്കുകൾ പറയുമ്പോൾ നാം അത് ഏറ്റെടുത്താൽ നമ്മളിലേക്ക് വരുന്ന ആത്മാവ് ഏതാണെന്നറിയാമോ? ഈ ലോകത്തിന്റെ ആത്മാവ് റിലീസ് ചെയ്യപ്പെടുന്നത്. ഗ്ലോറി. അതിന് നമ്മൾ തലയും കൂടി കൊണ്ടങ്ങ് വെച്ചു കൊടുത്ത് അതിന്റെ അർത്ഥം നമ്മൾ അതിന് കീഴടങ്ങിയെന്ന്. ഇതാണ് കർത്താവ് പറഞ്ഞത്, ചതിക്കപ്പെടരുത്. ദൈവവചനം പറഞ്ഞത് ചതിക്കപ്പെടരുത്. ഗ്ലോറി ടു ഗോഡ്. അപ്പൊ ഈ നാളുകളിൽ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ റിസൾട്ട് വരത്തില്ല. ഇതാ കർത്താവിന്റെ വചനം പറയുന്നത്, ഫലം നോക്കി നീ തിരിച്ചറിയണം. അങ്ങനെയുള്ള സ്പിരിറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ റിനൗൺസ് ചെയ്യണം. അതിനെ വാഗൊണ്ട് പറയണം, പിശാചേ, നീയുമായി ബന്ധപ്പെട്ടുള്ള ഒരാത്മാവിനെ ഞാൻ സ്വീകരിക്കുന്നില്ല, അതിനെ ഞാൻ തള്ളിക്കളയുന്നു. യേശുവേ, അങ്ങ് രക്തത്താൽ അങ്ങ് എനിക്ക് തന്ന ജയത്തിനായി നന്ദി. ഈ എല്ലാ അശുദ്ധാത്മാക്കളെയും എന്റെ ജീവിതത്തിൽ നിന്ന് അവകാശം എടുക്കുന്നതിന് ഞാൻ തള്ളിക്കളയുകയാ. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങൾ വിചാരിക്കും, അങ്ങനെയൊന്നും പിശാചിന് എന്റെ ജീവിതത്തിൽ വരാൻ പറ്റത്തില്ല, എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവില്ലേ? കർത്താവ് പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് അകത്തുള്ളവനോട് പറയുക, പിശാചിനിടം അപ്പൊ ആർക്ക് കൊടുക്കാൻ പറ്റും? നമുക്ക് കൊടുക്കാൻ പറ്റും. പിശാചിനിടം നമുക്ക് കൊടുക്കാൻ പറ്റും. ഗ്ലോറി ടു ഗോഡ്. അരുതാത്ത വഴികളിൽ നാം ജീവിച്ചാൽ, അരുതാത്തോടത്തൊക്കെ കൊണ്ട് കൈനീട്ടിയാൽ, അരുതാത്തോടത്ത് കൊണ്ട് തല കുനിച്ചു കൊടുത്താൽ പിശാചിനിടം കൊടുക്കുക. പിശാചിനിടം കൊടുക്കരുതെന്ന് പറയുന്ന ലോകമക്കളോടല്ല, വിശ്വാസികളോട് പറയുന്ന കൊടുക്കരുത്. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവാണ് നമ്മുടെ അകത്ത് വരുന്നതെങ്കിൽ നമ്മുടെ അകത്തുള്ള സുവിശേഷത്തിന്റെ ദാഹം, സുവിശേഷത്തിന്റെ എരിവ്, വിശുദ്ധിയുടെ ദാഹം എല്ലാം അതിഭയങ്കരമായിരിക്കും. അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഡേ ബൈ ഡേ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഗ്ലോറി ടു ഗോഡ്. അപ്പോ ആ പിശാചിന്റേതായ എല്ലാ പ്രവൃത്തികളെയും നമ്മൾ റിനൗൺസ് ചെയ്യണം, തള്ളിപ്പറയണം. നമ്മൾ ഉപേക്ഷിക്കണം. ഗ്ലോറി, അതിനെ തള്ളിപ്പറയണം. കർത്താവെ, ഞാൻ അറിഞ്ഞും അറിയാതെ ഇന്ന് വരെ കർത്താവ് എന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ പൈശാചികമായ ഇടങ്ങളെയും അങ്ങ് ഒഴിപ്പിച്ച് കളയണമേ. എന്റെ ജീവിതം ഒഴിപ്പിച്ച് കളയണമേ. ഇത് ഒഴിപ്പിച്ച് കളയാതെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആത്മീയ ദാഹം ഉണ്ടാകത്തില്ല. ശബ്ദത്തിൽ കേട്ടൊരു മനസ്സിലായി, ആത്മീയ ദാഹം ഉണ്ടാകത്തില്ല. ഉണ്ടാകുന്ന ദാഹത്തെ ഒരു ഭാഗത്ത് നിന്ന് ഞെരുക്കി കളഞ്ഞുകൊണ്ടിരിക്കും. ഇതാ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ആത്മീയമായി വളരണമെന്ന്, നിങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കും കുടത്തിലേക്ക്. ഇതാ മറുഭാഗത്ത് ഒരു ഹോളുണ്ട്, ആ ഹോളിൽ കൂടി വെള്ളം പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ വിചാരിക്കും, ഞാൻ ഇത്രയും നാൾ കയറിയിട്ട് എവിടെ പോയി? കാരണം ചിലതിനെയൊക്കെ പിടിച്ചു കെട്ടേണ്ടതായിട്ടുണ്ട്, ചിലതിനെയൊക്കെ എടുത്ത് കളയേണ്ടതായിട്ടുണ്ട്. ഗ്ലോറി ടു ഗോഡ്. നമ്മുടെ ജീവിതത്തിൽ പലതിനെ എടുത്ത് കളയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എടുത്ത് കളയുവാനായിട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ
ദൈവം തന്റെ വചനം തരും. ആ വചനം തരുമ്പോൾ ചില ത്യാഗത്തിന്റെ വഴികളിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകേണ്ടി വരും. ത്യാഗത്തിന്റെ വഴികളിലൂടെ കടന്നു പോകണം. എന്തിനാ? നമ്മളെ പ്യൂരിഫൈ ചെയ്യാനാ. ഈ കള്ളപ്രവാചകന്മാരുടെ മീറ്റിംഗില് ഈ പ്യൂരിഫൈ ചെയ്യുന്ന ത്യാഗത്തിന്റെ വഴിയില്ല, ദുഃഖത്തിന്റെ വഴിയില്ല. ഗ്ലോറി. ഇതാ ചില സഹിഷ്ണുതയുടെ വഴിയുണ്ട്. ആ വഴിയിലൂടെ ഞാൻ കടന്നു പോകേണ്ടതായിട്ട് വരും. അതിനുവേണ്ടി പല ടെസ്റ്റുകളും ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. ഗ്ലോറി. നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം. നമ്മൾ നേരത്തെ വായിച്ചില്ലേ 1 പത്രോസ്, ഓ ലോർഡ് ഐ ലവ് യു, 1-ാം അധ്യായം 3-ാം വാക്യത്തില് നമ്മൾ കേൾക്കുവാനായിട്ടിടയായി, ഇതാ അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസാൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഒരവകാശത്തിനായിട്ടാണ് വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. അപ്പോ ഈ വീണ്ടും ജനനത്തിനും അവകാശത്തിന്റെ ഇടയ്ക്ക് എന്നെ നടക്കാൻ പോണേ നിങ്ങൾക്കറിയാമോ? അനേക ദുഃഖങ്ങളുണ്ടാകും, അനേക ദുഃഖങ്ങളുണ്ടാകും. ഗ്ലോറി. ശ്രദ്ധിക്കുക, നമ്മൾ ഇതിനെക്കുറിച്ച് തുടർന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പോഴല്ല, അനേക ദുഃഖങ്ങളുണ്ടാകും. ഇനി പറയാണ്, അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ, ഒന്ന് വായിച്ച, നാനാ പരീക്ഷകളാൽ. അപ്പോ അതിൻ്റെ ഇടയിൽ എന്നാ ഉണ്ട്? ഈ ജനനത്തിനും അവകാശത്തിനും ഇടയിൽ എന്നാ ഉണ്ട്? പരീക്ഷകളും ദുഃഖങ്ങളും ഉണ്ട്. ക്ലോറെ. പരീക്ഷകളും ദുഃഖങ്ങളും ഉണ്ട്. കഴിഞ്ഞ ദിവസം ചില നാളുകൾക്ക് മുമ്പ് ഒരു വ്യക്തിയോട് ഇതാ സുവിശേഷത്തിന്റെ കൃത്യ കാര്യം പറയുമ്പോ, എനിക്ക് വേണ്ട ഈ സുവിശേഷം, കഷ്ടവും ദുഃഖവും പ്രയാസവും ഒക്കെ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാസ്റ്റർ മതി. അവിടെ ഒരു കഷ്ടവുമില്ല, ഒരു പ്രയാസമില്ല, അവിടെ ഒരു ഇതില്ല, എല്ലാം ആനന്ദമാ. ഗ്ലോറി. എല്ലാം ആനന്ദമാ. അവർ കഷ്ടത്തിലൂടെ പോകാനോ സഹിഷ്ണുതയുടെ വചനം കേൾക്കാനോ ഒന്നും താല്പര്യം ഇല്ല. ഗ്ലോറി. എന്ത് നമ്മുടെ രണ്ടാമത്തെ പുസ്തകം ഇതാ ജയിക്കാനായി വീണ്ടും ജനിച്ചവർ എന്നുള്ള പുസ്തകം ഒരിക്കല് ഒരു ദിവസം കണ്ടു. എനിക്കിതിന്റെ ടൈറ്റിൽ കണ്ടപ്പോൾ എനിക്ക് അങ്ങ് ഇഷ്ടമായിട്ടോ. കാരണം എന്താ? അദ്ദേഹം പറയാ, ഇതെനിക്ക് ഒരെണ്ണം വേണം, ടൈറ്റിൽ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. കാരണം ഈ മൊത്തം കാഷ്ടവും ദുഃഖവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഇങ്ങനെ ഒരു പുസ്തകം കിട്ടിയപ്പോ ജയിക്കാനായി വീണ്ടും ജനിച്ചവർ എന്നാ എനിക്കിഷ്ടമായി. അപ്പോ ദൈവദാസനും കണക്കാണ്, ഇതാ വിശ്വാസിയും കണക്കാണ്. രണ്ടെണ്ണവും ചിന്തിക്കണത് ഇവിടെയാ സുഖം. അല്ല കുഞ്ഞുങ്ങളെ, ഇത് വിത്തിന് തുല്യമായ ജീവിതമാ. നമ്മളൊരു സന്തോഷത്തിലേക്ക് കയറാൻ പോവുകയാ. സന്തോഷത്തിലേക്ക് കയറാൻ പോയി. ഇപ്പൊ പ്രയാസമുണ്ട്. ഇതുകൊണ്ടാ കർത്താവ് പറഞ്ഞ്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്, എങ്കിലും സമാധാനമായിരിപ്പ്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എങ്കിലും ധൈര്യമായിരിപ്പ്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഗോറേ. എന്നാൽ ഇനി വരുന്ന ജീവിതത്തിൽ നമുക്ക് കഷ്ടമില്ല, സങ്കടമില്ല, കണ്ണുനീരില്ല, മരണമില്ല. ഇപ്പോഴുള്ള ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, കണ്ണുനീരുണ്ട്. അത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഇറ്റ്സ് ഓൾ ടെസ്റ്റ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ടെസ്റ്റ്. മനസ്സിലായോ? നമ്മൾ എലിജിബിൾ ആണോ വിവാഹത്തിനെന്നുള്ളതിന് ടെസ്റ്റാണ്. കാരണം കുഞ്ഞെ, നീ വീണ്ടും ലോകപ്രകാരം ലോകത്തിന്റെ ആത്മാവിനെ സ്നേഹിച്ച് ലോകം നേടുവാനാണോ ഓടാൻ പോണേ? ദൈവരാജ്യം നേടാൻ പോകണോ ഓടാൻ പോണേ? ഇതിന് ടെസ്റ്റാണ് ഇതിന്റെ ഇടയിൽ നടക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, അതിൽ നിങ്ങൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാൽ ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ അപ്പൊ ഇപ്പൊ എന്താ നടക്കണേ? വിശ്വാസത്തിന്റെ പരിശോധന. നിങ്ങൾ പറഞ്ഞില്ലേ യേശുവാണ് എന്റെ കർത്താവെന്ന്. ശരിയാണോ എന്ന് പരിശോധിച്ച് നോക്കട്ടെ. യേശുവാണോ കർത്താവ്? ലോകമാണോ കർത്താവ് എന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. യേശുവാണോ കർത്താവ്? മറ്റുള്ളതാണോ കർത്താവ് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അബ്രഹാമേ, നിന്റെ മോനാണോ നിനക്ക് വലിയത്, അതോ ഞാനാണോ വലിയതെന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ആദമേ, നിന്റെ ഭാര്യയാണോ നിനക്ക് വലിയത്, അതോ ഞാനാണോ വലിയതെന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഗ്ലോറി. ഹല്ലേലൂയ. ഇതാണ് പരിശോധന, വിശ്വാസത്തിന്റെ പരിശോധന. വിലയേറിയത് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിലും പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിന് കാണാൻ ഇങ്ങനെ ഇടവരുന്നു. ഗ്ലോറി ടു ഗോഡ്. അപ്പോ പ്രിയരെ, ഇതാ വീണ്ടും ജനനത്തിന്റെയും അവകാശമാക്കുന്നതിന്റെ ഇടയിൽ എന്നാ ഉണ്ട്? വിശ്വാസത്തിന്റെ പരിശോധനയുണ്ട്. അതിൽ അനേകം ദുഃഖങ്ങളും വിഷയങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരാം. പക്ഷെ ഇതൊക്കെ ഈ പരിശോധനയുടെ ടെസ്റ്റിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, ഇതാ നമ്മൾ അവിടെ കൊണ്ട് അവസാനിക്കുകയല്ല. ഇതാ വെളിപ്പാട് പുസ്തകം 21 വരുമ്പോ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും.
ഇത് ശ്രദ്ധിച്ചു കേട്ടോ. ഓ ലോർഡ്, ഐ ലവ് യു. ഇവിടെ പറയാണ്, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവൻ അവരോട് കൂടെ വസിക്കും. അതിന്റെ 3-ാം വാക്യം മുതൽ, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവവുമായി അവരോട് കൂടെ ഇരിക്കും. ഇത് ശ്രദ്ധിച്ചു കേട്ടുള്ള വാക്യങ്ങൾ. ഇനി എല്ലാത്തിന്റെയും കൂടെ അവര് ഇനി ആഡ് ചെയ്യാൻ പോവാ. ഗ്ലോറി. അവൻ അവരുടെ കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റും, ഇനി മരണം ഉണ്ടാകുകയില്ല. എപ്പോ? ഇനി. അപ്പൊ ഇതിനു മുമ്പ് എന്തുണ്ടായിരുന്നു? മരണം ഉണ്ടായിരുന്നു. ഗ്ലോറി. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. അപ്പൊ ഇതിനു മുമ്പ് എന്തുണ്ടായിരുന്നു? ദുഃഖം ഉണ്ടായിരുന്നു, മുറവിളി ഉണ്ടായിരുന്നു, കഷ്ടം ഉണ്ടായിരുന്നു. അപ്പോ മറ്റൊരു സുവിശേഷം, മറ്റൊരു യേശു, മറ്റൊരു സുവിശേഷം, മറ്റൊരാത്മാവ് പറയുന്നത് ഇപ്പോഴിതൊന്നും ഉണ്ടാകത്തില്ലെന്നാ. മനസ്സിലായോ? ഇപ്പോഴൊന്നും ഉണ്ടാകത്തില്ല, ഇപ്പോൾ നിനക്ക് സമാധാനം, ഇപ്പോൾ നിനക്ക് ഒരു ദോഷവും വരത്തില്ല, ഇപ്പോൾ നോ 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 നോ. കർത്താവ് പറഞ്ഞു, ഇപ്പോൾ നിനക്ക് കഷ്ടതയുണ്ട്, ഞാൻ അതിനെ ജയിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ ധൈര്യത്തോടെ ഇരിക്കേ. ഗ്ലോറി ടു ഗോഡ്. അവർ അവന്റെ പ്രാണനെ, അവരുടെ പ്രാണനെ വിലയേറിയതായി എണ്ണിയില്ല. ഇത് കൊടുക്കാൻ തയ്യാറായിട്ടാണ് അവർ ജീവിച്ചത്. അവർ ജയിച്ചു. അവർ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവചനത്താലും യേശുക്രിസ്തുവിന്റെ രക്തത്താലും തങ്ങളുടെ സാക്ഷ്യവചനത്താലും അവർ പിശാചിനെ ജയിച്ചു. അവർ മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. അവരാ ജയിക്കുന്നേ. വെളിപ്പാട് ദിവസം 12 അധ്യായം പറഞ്ഞേ, അവരാ ജയിക്കുന്നേ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോ ഈ നാളുകളിൽ കഷ്ടമുണ്ട്, ദുഃഖമുണ്ട്, മുറവിളിയുണ്ട്, ട്രിബുലേഷൻസ് ഉണ്ട്. നമ്മ അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണ്. എന്നാൽ മറ്റൊരു യേശു, മറ്റൊരു ആത്മാവ്, മറ്റൊരു സുവിശേഷം വരുമ്പോ ഇതൊന്നുമില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് പരമാനന്ദ സുഖമാ. നിനക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ മാറ്റിത്തരും. ഗ്ലോറി. അങ്ങനെയല്ല. ഈ നാളുകളിൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മൾ ആരെ സ്നേഹിക്കുന്നു തെളിയിക്കാനാണ്. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുവോ അതോ മറ്റുള്ളതിനെ, സൃഷ്ടിയെ സ്നേഹിക്കുന്നുവോ സൃഷ്ടാവിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാ, വിശ്വാസത്തിന്റെ പരിശോധനയാ. ഇതാ പൗലോസ് പറയുന്നത്, ഞാൻ നല്ല ഓട്ടം ഓടി, ഓട്ടം തികച്ചു, എന്നാ കാത്തു? വിശ്വാസം കാത്തു. ഈ ഒരു ക്രമീകരണം നമ്മുടെ ജീവിതത്തിലുണ്ടാണ്. ഇനി നീതിയുടെ കിരീടം. എല്ലായിടത്തും ഇനി കാണാം. ഇനി നീതിയുടെ കിരീടം. ഇനി മരണം ഉണ്ടാകത്തില്ല, ഇനി ദുഃഖം ഉണ്ടാകത്തില്ല, ഇനി കഷ്ടത ഉണ്ടാകത്തില്ല, ഇനി മുറവുകൾ ഉണ്ടാകത്തില്ല. അതിന്റെ അർത്ഥം ഇപ്പോഴതൊക്കെ ഉണ്ട്. കാരണം പിശാച് ഭരിക്കുന്ന ഈ ലോകത്തെ ഞാൻ നിങ്ങളും ആയിരിക്കുന്നേ. ഇവിടെ നാം തെളിയിക്കണം, ഞാൻ ദൈവത്തെയാ സ്നേഹിക്കണേ. പിശാചിനെയോ അവന്റെ സിസ്റ്റത്തെയോ ലോകത്തെയോ അല്ല, ഞാൻ ദൈവത്തെയാ സ്നേഹിക്കുന്നത്, സേവിക്കുന്നത് ഞാൻ നിങ്ങൾ തെളിയിക്കണം. മനസ്സിലായോ? അതുകൊണ്ട് കള്ളപ്രവാചകന്മാരുടെ വായിൽ വീഴല്ലേ. അവര് നിങ്ങളെ കടിച്ചു കീറി ന്യായവിധിയിലിട്ട് ഇന്ന് ലോകത്തിൽ ശബ്ദപരിധിയിൽ ആരെല്ലാം എപ്പോഴെല്ലാം കേൾക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളൊരു പ്രസംഗം കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചേ, ആദ്യം സുവിശേഷമാണ് കേൾക്കണമെന്ന് ഓർമ്മ വേണം. സുവിശേഷത്തിൽ യേശുവിന്റെ സുവിശേഷം ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. ആ ദർശനം പറയുന്നുണ്ടോ? ദൈവവചനം പറയുന്നു, ദർശനമില്ലെങ്കിൽ ജനം നശിച്ചു പോകുന്നു. ആദ്യം അത് പറയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അല്ലാണ്ട് ലോകത്തിലേക്കാണോ നിങ്ങൾ മൂവ് ചെയ്യുന്നത്? ഇറ്റ്സ് എ ഫോൾസ് ഗോസ്പൽ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പിന്നെ 2 സുവിശേഷം പറയുന്നെങ്കിൽ അടുത്തത് മാനസാന്തര സുവിശേഷത്തിന്റെ നട്ടല്ല. ഗ്ലോറി. മാനസാന്തരം. ഇതാ കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുണ്ട്, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. കർത്താവ് യേശുക്രിസ്തുവിന്റെ എല്ലാ പ്രസംഗത്തിലും, വെളിപ്പാട് പുസ്തകത്തിൽ 2-ാം അധ്യായം 3-ാം അധ്യായം സഭകളോട് പറയുമ്പോൾ അവിടെ എല്ലാ പ്രസംഗത്തിലും മാനസാന്തരം ആവശ്യമില്ലാത്ത 2 സഭകൾ ഒഴിച്ച് ബാക്കി 5 പേരോടും കർത്താവ് പറയുന്നു, മാനസാന്തരപ്പെടണം. ഗ്ലോറി. അതുകൊണ്ട് ആ പ്രസംഗത്തിൽ മാനസാന്തരം ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. പിന്നെ 2 പേർക്ക് മാത്രം മാനസാന്തരം വേണ്ട, കാരണം അവർ മാനസാന്തരപ്പെട്ടവരാ. മാനസാന്തരപ്പെട്ടവരോട് കർത്താവ് പറയുക, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നിങ്ങൾ കാത്തുകൊണ്ടതിനാൽ 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. അപ്പോ രക്ഷിക്കപ്പെട്ടവർക്ക് എന്നാ ഉണ്ടാകും? ഉപദ്രവം ഉണ്ടാകും. അത് ഓരോരുത്തർക്കും ഓരോ ടൈമാക്കാം. അതിന്റെ അർത്ഥം ഇത് കൺട്രോൾ ചെയ്യുന്ന ആരാ? കർത്താവാ. ഇത് കൺട്രോൾ ചെയ്യുന്ന കർത്താവാ, പിശാചല്ല. കർത്താവാ കൺട്രോൾ ചെയ്യുന്നേ. ഗ്ലോറി ടു ഗോഡ്. കാരണം ഇത് വിശ്വാസത്തിന്റെ പരിശോധനയാണ്. ഹല്ലേലൂയ. അപ്പോൾ സഹിഷ്ണുതയെക്കുറിച്ച് പറയാതെ, സഹനത്തെക്കുറിച്ച് പറയാതെ ഇത് മുമ്പോട്ട് പോകുമ്പോൾ ഇറ്റ്സ് എ ഫാൾസ് ഗോസ്പൽ. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോ പ്രിയ ദൈവത്തിനെ ഇത് മനസ്സിലാക്കുക. പിന്നെ കർത്താവിന്റെ 7 പ്രസംഗത്തിൽ എന്നാ ഉണ്ട്? ജയമുണ്ട്. ജയിക്കുന്നവന് അവകാശമാക്കുക. അങ്ങനെയെങ്കിൽ പ്രിയരെ, സത്യ സുവിശേഷമാണെങ്കിൽ അതിൽ നിങ്ങൾ ഒന്ന് കാണും, കർത്താവ് പറഞ്ഞ അതേപോലെ തന്നെ എല്ലാറ്റിലും ജയം പ്രാപിക്കണമെന്ന് കാണുവാനായിട്ടിടയാകുക. ഹല്ലേലൂയ. ഈ കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ പൗലോസ് ഭയപ്പെട്ടതുപോലെ നിങ്ങളും ഭയപ്പെട്ട് അങ്ങ് മാറിക്കോളണം. മനസ്സിലായോ? ഇത് മറ്റൊരു യേശു, ഇത് മറ്റൊരു സുവിശേഷം, ഇത് മറ്റൊരാത്മാവ്. ഫലം നോക്കി തിരിച്ചറിയുക. അങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ പോയാൽ യു ഫീൽ ഗുഡ്, നിങ്ങൾക്ക് നന്നായി ഫീൽ ചെയ്യും ഗുഡായിട്ട്, പക്ഷേ റിസൾട്ട് ഫെയിൽ ആയിരിക്കും.
റിസൾട്ട്, ഫലം ഉണ്ടാകത്തില്ല. പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ അകത്തേക്ക് വരുന്നെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധമാകുവാനുള്ള ആഹ്വാനകത്തുണ്ടാകും. അതിലേക്ക് നിങ്ങൾ ഓരോ നിമിഷവും നടത്തപ്പെടും. ഗ്ലോറി. ലോകത്തിന്റെ ആത്മാവാണ് വരുന്നതെങ്കിലും അവിടെയും ഉണ്ടാകും. ലോകം നേടുക എന്നുള്ള കൂടുതൽ ആ ടെൻഡൻസിയിൽ മൂവ് ചെയ്യാനായിട്ട് ഇടയാകും. അതുകൊണ്ട് ഇതാ, മാനസാന്തരപ്പെടാതെ നിനക്ക് സമാധാനം ഉണ്ടാകുമെന്നു, മാനസാന്തരപ്പെടാതെ നിനക്ക് ഒരു ദോഷവും വരത്തില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ദൈവദാസന്മാരെ വിശ്വസിക്കരുത്. പകരം അവരിങ്ങനെ പറയും, നിന്റെ ആകാത്ത വഴി തെറ്റി തിരിയുക, ദൈവം നിനക്ക് സമാധാനം തരും, ദൈവം നിനക്ക് ഐശ്വര്യം തരും. നിന്റെ ആകാത്ത വഴി തെറ്റി തിരിയുക, നിന്റെ പാപ വഴികളെ വിട്ട് തിരിയുക. പകരം അവർ ഒന്നും കൂടി പറയും, അല്ല, നീ ആകാത്ത വഴിയിലാണെന്ന് നടക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ ജഡത്തിൽ വിതയ്ക്കുക, ജഡത്തിൽ വിതയ്ക്കുന്നവൻ നാശം കൊയ്യും. ഗ്ലോറി. എങ്കിലും ഇതാ, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. എന്തിനാണെന്നറിയാമോ? നമ്മളെ ശിക്ഷിക്കുന്നേ. ആ നാശം കൊയ്യുമ്പോൾ നമുക്ക് ശിക്ഷ കിട്ടുന്നേ. ശിക്ഷിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ ദൈവം അപ്പൻ നമുക്ക് ബാലശിക്ഷ കഴിക്കുകയാവുന്നു. പ്രിയരെ, ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ സ്ഥാനം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ നമുക്ക് ദൈവത്തിന്റെ അടയ്ക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഗ്ലോറി. മിസ്സിംഗ് എലമെന്റ്സ് ഇൻ ദ മിനിസ്ട്രി ഓഫ് ദ ഫാൾസ് പ്രോഫറ്റ്. Hallelujah. Oh Father, we thank you. കള്ളപ്രവാചകന്മാരുടെ ശുശ്രൂഷയിലെ നഷ്ടപ്പെട്ടു പോയ, കാണാതിരിക്കുന്ന വചനത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, യേശു പ്രസംഗിച്ച സുവിശേഷം അവിടെ കാണത്തില്ല എന്ന് നമ്മൾ കേട്ടു. അതിന് മനുഷ്യൻ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞു, അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. പകരം സ്വന്തം ഹൃദയത്തിലെ ആലോചനകൾ പറയുന്നു. ദൈവഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യമെന്നുള്ള ഭാഗം മിണ്ടുകയില്ല. ആ എലമെന്റ് മിസ്സായി പോകും. എല്ലാവരും ജയം പ്രാപിക്കണം എന്നുള്ള കാര്യം മിണ്ടുകയില്ല. യേശു പറഞ്ഞതുപോലെ ജയിക്കുന്നതിന് അവകാശമാക്കും. ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. ആ ഭാഗം മിണ്ടത്തേയില്ല. ഇതാ, പ്രധാനപ്പെട്ട ഈ പോയിന്റുകൾ മിസ്സായിട്ട് യേശു ആത്മാവ്, അഭിഷേകം, സുവിശേഷം എന്ന് മാത്രം കേൾക്കുമ്പോൾ സാധാ നോട്ട് കാണുന്ന ഒരു വ്യക്തിക്ക് ഇതാ സാധാ നോട്ടും കള്ളനോട്ടും ഒന്നുപോലെ തോന്നുന്നത് പോലെ ഈ ലോകത്ത് കേൾക്കുന്ന സുവിശേഷങ്ങളെല്ലാം ഒന്നുപോലെ തോന്നുന്നു. എന്നാൽ ഏതൊരാത്മാവിനെയും വിശ്വസിക്കരുത്. ആത്മാക്കൾ ദൈവത്തിന് തന്നെയുള്ളവയോ ഒന്ന് ശോധന ചെയ്യുക. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുക. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളിടയിലേക്ക് വരുന്നു, അകമയോ അവർ കടിച്ചു കയറുന്ന ചെന്നായ്ക്കളാ. ന്യായവിധിയിൽ കർത്താവ്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, എന്നെ വിട്ടു പോകുവേൻ, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്ന് പറഞ്ഞ് നമ്മളെ കടിച്ചു കീറുമ്പോ, പ്രിയരെ, തിരിച്ചു ഒന്നൊന്നും ചെയ്യുവാൻ നമുക്ക് സമയം കിട്ടത്തില്ല, കഴിയുകയുമില്ല. ഈ സമയം കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്ക. കർത്താവേ, പലപ്പോഴും അരുതാത്ത വഴികളിലെല്ലാം ഞാൻ പലപ്പോഴും വീണുപോയി. എനിക്ക് ഇത് ഒരു കള്ളനോട്ട് ചെക്ക് ചെയ്യുന്നത് പോലെ ചെയ്യുവാൻ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇന്നാണ് എനിക്കിത് മനസ്സിലായത്. കർത്താവേ, എന്നെ സഹായിക്കണമേ. അപ്പ എന്നെ സഹായിക്കണമേ അങ്ങയുടെ വഴികൾ നടക്കുവാൻ. കർത്താവേ, എന്നെ അങ്ങ് സഹായിക്കണമേ. അരുതാത്തത് തിരിച്ചറിയുവാൻ, അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ എന്നെ അങ്ങ് സഹായിക്കണമേ കർത്താവേ. എന്നെ അങ്ങ് സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിലെ പാവഴികളെ വിട്ടുതിരിയാതെ ഇങ്ങനെയുള്ള സമാധാനത്തിനും ഇങ്ങനെയുള്ള ദോഷം വിട്ടകലുന്നതിനും ഇങ്ങനെയുള്ള സമാധാനമൊക്കെ ഞാൻ അന്വേഷിച്ച് നടന്ന വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിലൊരു മാറ്റമില്ലാതെ എൻ്റെ സാഹചര്യത്തിന് മാത്രം മാറ്റം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. കർത്താവേ, എൻ്റെ ഹൃദയത്തിലെ മാറ്റം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ, അതിനുശേഷം എൻ്റെ സാഹചര്യത്തിൽ മാറ്റം കടന്നു വരുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങ് പറഞ്ഞ് ഞാൻ ഏറ്റെടുക്കുന്നു. ഈ ലോകത്തും കഷ്ടങ്ങളുണ്ട്, എങ്കിലും ധൈര്യത്തോടെ ഇരിപ്പിൻ, ഞാൻ അവയെ ജയിച്ചിരിക്കുന്നു. പച്ചമരത്തോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഉണങ്ങിയതിലൂടെ എത്ര അധികം. ഹല്ലേലൂയ. ഒരു തീരുമാനമെടുത്തുകൊണ്ട്, ഹൃദയത്തിലൊരു തീരുമാനമെടുത്തുകൊണ്ട്, കർത്താവേ എന്നെ സഹായിക്കണമേ, ഒരു തീരുമാനമെടുത്ത്. യെസ്. ഏതെങ്കിലും മീറ്റിങ്ങിൽ എവിടെയെങ്കിലും വെച്ച് ഒരു അരുതാത്ത സ്പിരിറ്റ്, അരുതാത്ത ശുശ്രൂഷയ്ക്ക് നിങ്ങൾ തലവെച്ച് കൊടുത്തു, അരുതാത്ത സ്പിരിറ്റ് നിങ്ങളുടെ അകത്ത് കയറിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഹൃദയത്തിൽ ബോധമുണ്ടെങ്കിൽ കർത്താവോട് പറ, കർത്താവ് ക്ഷമിക്കണമേ, എന്നെ സഹായിക്കണമേ, അതിനെ വിട്ടുപിരി, എനിക്ക് കൃപ തരണമേ. ഞാൻ ആ റിസൾട്ട് എൻ്റെ ജീവിതത്തിൽ കാണുന്നില്ല അപ്പച്ച, ആ റിസൾട്ട് എൻ്റെ ജീവിതത്തിൽ കാണുന്നില്ല. അതിനെ യേശു രക്തത്താൽ കഴുകണമേ. ഞാൻ ചെയ്ത് തെറ്റിപ്പോയതിനോട് ക്ഷമിക്കണമേ.